വിരോധിയ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനി. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയ. സായി രാമായ വിദ്മഹേ ആത്മാരാമായ ധീമഹി തന്നോ പാപ പ്രചോദയ. സായിരാം, എല്ലാവർക്കും സായിരാം. ഇന്ന് നമ്മൾ ധ്യാനവാഹിനി ഒക്കെ വായിച്ച ശേഷം, അതിനെപ്പറ്റി പറഞ്ഞ ശേഷം നമ്മളാണ് ഒരു ധ്യാനം, ജ്യോതിർധ്യാനം, ഭഗവാൻ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലുതായിട്ടുള്ള ഒരു ഉപഹാരം എന്ന് പറഞ്ഞാൽ അത് ജ്യോതിർധ്യാനം. ഞാൻ എപ്പോഴും പറയലുണ്ട്, രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ ഭക്തന്മാർക്ക് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം ഒന്ന് പ്രശാന്തി സർവീസ്. നമുക്കൊക്കെ പോയിട്ട് അവിടെ 10 ദിവസത്തോളം പുട്ടപ്പരുത്തിയിൽ അന്ന് ഭഗവാനുള്ള സമയത്ത് ഭഗവാനെ ദർശനം ചെയ്തിട്ടും കണ്ടുകൊണ്ടും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ആശ്രമത്തിലെ എല്ലാ കാര്യത്തിലും ഇടപഴകിക്കൊണ്ട് ഭഗവാനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, സേവാസാധനയുടെ ഒരു വലിയ ഭാവത്തിലുള്ള സേവ. അവിടെ നമുക്ക് കർത്തൃത്വ ഭോക്തൃത്വം ഒന്നുമില്ല, ഭഗവാൻ ഭഗവാൻ എന്നുള്ള ബോധ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് രണ്ടുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ജ്യോതിർധ്യാനം. ആധ്യാത്മിക മേഖലയിൽ ഭഗവാൻ പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജ്യോതിർധ്യാനം. അപ്പം ഈ ആത്മാഭാവത്തിലേക്ക് എത്തുകയാണ് നമ്മുടെയൊക്കെ ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ തന്നെ ലക്ഷ്യം ആത്മാവിനെ ആ ആത്മാവിനെ അറിയുന്നത് വരെ നമ്മൾ ജനിക്കും മരിക്കും ഒക്കെ വേണം. അത്രയും ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോ ആത്മാവിനെ പറ്റി പറയുമ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പറയും, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യാസ്തിഷ്ഠതി സ ആത്മാന്ന്. നമ്മള് ഇവിടെ ഇപ്പോൾ ധ്യാനവാഹിനി ആയാലും ബാക്കി വാഹിനികളൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായി, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്ന് മീതയായിട്ട്, പഞ്ചകോശങ്ങൾക്ക് അതീതമായിട്ട്, അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപം എന്ന ആ ഭാവത്തിൽ നിൽക്കുന്ന ഏതുണ്ടോ അതിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. ആ ആത്മാവിനറിഞ്ഞാൽ എല്ലാ അറിവും ഉണ്ടാവും, സകല വിധത്തിലുള്ള ആനന്ദപ്രാപ്തിയും നമുക്ക് ലഭിക്കും. നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിക്കുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എപ്പോഴും ആനന്ദത്തിൽ സന്തോഷത്തിൽ ഇരിക്കണം എന്നാണ്. ആർക്കും ദുഃഖവും കഷ്ടമൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പൊ അതിനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഞാൻ ആത്മാവാണെന്ന് ബോധിക്കുന്നു. അതാണ് ഈ ഭാവത്തിലെത്താൻ വേദാന്തം പല മാർഗങ്ങളും വിവരിച്ചിട്ടുണ്ട്. മനസ്സിനെ പ്രാപഞ്ചികതയിൽ നിന്ന് അകറ്റിയിട്ട് ഈശ്വരീയതയിലേക്ക് നയിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായതാണ്. മനസ്സിന്റെ നിയന്ത്രണം ആധ്യാത്മിക പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനാണ് സാധനകളൊക്കെ. മനസ്സ് പ്രാപഞ്ചികതയിൽ നിന്നും പിന്മാറാൻ കൂട്ടാക്കില്ല. അവിടുത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കും, എപ്പോഴും ചപലം. ഈ മനസ്സാണെങ്കിലോ ചപലം. മനസ്സാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ആ മനസ്സും ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയാലോ ഭോഗവസ്തുക്കളെയും വിഷയങ്ങളിലേക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിനെ സൂക്ഷിക്കണം. മനസ്സാണ് ഒരാൾ അധപ്പതിക്കുന്നതും ഉയർത്തി ആത്മീയതയിലേക്ക് എത്തിക്കുന്നതും. മനസ്സ് ഇങ്ങനെ ഒരു കുരങ്ങനെ പോലെയാണെന്നൊക്കെ സ്വാമി പറയുന്നുണ്ട്. ആചാര്യന്മാര് പല സാധന മുറകളും അനുഷ്ഠാനങ്ങളും നിഷ്കർഷിച്ചിട്ടുണ്ട് ഒരു ഭക്തൻ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗത്തില് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധികളൊക്കെ പ്രസിദ്ധമായതാണല്ലോ. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ധ്യാനത്തിൽ കൂടെ മാത്രമേ ജ്ഞാനം നേടിയിട്ട് ആത്മഭാവത്തിലേക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് എല്ലാ ആചാര്യന്മാരും ഏകകണ്ഠേന പറയുന്ന വസ്തുതയാണ്. ഭഗവാൻ ബാബ ആവർത്തിച്ച് പറയുന്നു. അത് തന്നെ ജപധ്യാനങ്ങൾ യമനിയമാദികളാണ് എപ്പോഴും എടുത്തു പറയുന്ന കാര്യം. ധൈ എന്ന ധാതുവിൽ നിന്ന് ചിന്ത എന്ന അർത്ഥമാവുന്നു. ആ ധാതുവിന്റെ അർത്ഥം ചിന്ത എന്ന ധൈ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അതിന്റെ അർത്ഥത്തിൽ കൂടെ മനസ്സ് വിഷയകാര്യങ്ങളിലേക്ക് പടരാതെ നിർഗുണമോ സഗുണമോ ആയൊരു ആത്മീയ ഭാവത്തിലേക്ക് ഏകാഗ്രമായിട്ട് ചിന്തിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈശ്വരൻ നിർഗുണനും
അരൂപിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അനുഭവവേദ്യമല്ലാത്തതിനാൽ നിർഗുണഭാവത്തെ ധ്യാനിക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ഈശ്വര മാഹാത്മ്യം അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു വസ്തുവിനെ ചിന്തിക്കാനും അതിനെ ഭാവന ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഈശ്വര സ്വരൂപത്തെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുന്നതിനെ ധ്യാനം എന്ന് പറയുന്നു. നമ്മളെ മാതിരിയുള്ളവർക്കൊക്കെ ധ്യാനത്തില് ധ്യാതാവ്, ധ്യാനം, ധ്യേയം, ധ്യാന പ്രയോജനം എന്ന 4 ഘടകങ്ങളാണ്. ധ്യാനിക്കുന്ന ആള് ധ്യാതാവ്, അവന്റെ പ്രവൃത്തി ധ്യാനം, ധ്യാനിക്കപ്പെടേണ്ട വസ്തു ധ്യേയം, ധ്യാനത്തിന്റെ സിദ്ധി ധ്യാന പ്രയോജനം. പല ആചാര്യന്മാരും പല ഗ്രന്ഥങ്ങളിലും പല രീതിയിലും ധ്യാനിക്കേണ്ട വിവരങ്ങളൊക്കെ തരുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആചാര്യന്മാരും ഓരോ രീതിയിലാണ് ഓരോ മാർഗങ്ങൾ പറയും. ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഈ കലിയുഗത്തിലെ പരിപൂർണ അവതാരമായിരുന്നു എന്ന് നമ്മളൊക്കെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ്. എന്നത് നിസ്തർക്കമായിട്ടുള്ള വസ്തുതയാണ്. തന്റെ ഭക്തർക്കുള്ള 9 സ്വഭാവ സംഹിതകൾ എങ്ങനെയാണ് ഏത് ആധ്യാത്മിക കാര്യത്തിൽ പ്രവേശിക്കുമ്പോഴും ആദ്യം ജീവിതം വിശുദ്ധമാക്കണം. ജീവിതം വിശുദ്ധമല്ലാത്തവർക്ക് ധ്യാനഭാവത്തിലോ ജപത്തിലോ ആധ്യാത്മിക സാധനങ്ങളിലോ ഒന്നും മുന്നേറാൻ സാധിക്കില്ല. അപ്പൊ അതറിഞ്ഞിട്ട് ഭഗവാൻ ബാബ നമുക്ക് നിഷ്കർഷ 9 സ്വഭാവ സംഹിതകൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനായിട്ട് തന്നിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി സായി ഭക്തർക്കൊക്കെ അറിയാം. അതില് ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് പോകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ജപവും ധ്യാനവുമാണ്. ഭഗവാൻ പ്രത്യേകമായി ഭക്തർക്ക് നിർദ്ദേശിച്ച ധ്യാന സമ്പ്രദായമാണ് ജ്യോതിർധ്യാനം. പ്രത്യേകമായിട്ട് ഭഗവാൻ വളരെ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം അസന്നിഗ്ധമായിട്ട് ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിച്ച ധ്യാനമാണ് ജ്യോതിർധ്യാനം. അപ്പൊ അവതാര പുരുഷൻ നിർദ്ദേശിച്ചതായാൽ ഈ കലികാലത്തിലേക്ക് ഇന്നത്തെ ജനങ്ങൾക്ക് ഏറ്റവും യോജിച്ച ധ്യാന സമ്പ്രദായവും ജ്യോതിർധ്യാനം എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ കാലത്തേക്ക് ഇവിടെ അവതാര പുരുഷനായിട്ട് വന്നിട്ട് ധ്യാനത്തെ പറ്റി പറയുമ്പോൾ ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ധ്യാന പ്രക്രിയയാണ് ഭഗവാൻ നമുക്ക് തന്നതെന്ന് നിസ്സംശയം പറയാം. പ്രത്യേകിച്ച് ഇത് ലോകത്തിലെ എല്ലാവർക്കും അനുഷ്ഠിക്കാവുന്നതാണെങ്കിലും പ്രത്യേകിച്ച് ഭഗവാൻ ബാബയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതായിട്ടുള്ള സംഘടനാ ഭാരവാഹികൾ തീർച്ചയായിട്ട് അനുഷ്ഠിക്കേണ്ട ധ്യാനമാണ്. ഭഗവാൻ പ്രത്യേകം അനുഗ്രഹിച്ചു എന്ന ജ്യോതിർധ്യാനം എന്ന് പറയേണ്ടതില്ലല്ലോ. ഭഗവാൻ നിഷ്കർഷിച്ച വേറെ ഓങ്കാരം, സുപ്രഭാതം, അത് കഴിഞ്ഞിട്ട് ജ്യോതിർധ്യാനം, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു സജീവ പ്രവർത്തകൻ അവന്റെ കടമ നിർവഹിക്കുന്നുള്ളൂ. ഭഗവാനോടുള്ള ചില കടമകളുണ്ടല്ലോ. അതിൽ പ്രധാനപ്പെട്ട കടമ ഭഗവാൻ പറഞ്ഞ ഈ സാധനകൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ്. ഭഗവാന്റെ അനുഗ്രഹം ആ പ്രവർത്തകന്മാരിൽ എപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കും ഈ സാധന ചെയ്താൽ. ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് ഈ സായി അവതാര കാലത്ത് ഏറ്റവും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു സാധന അതാ സേവാസാധന. ആ സേവാസാധന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് സ്വന്തം ഉന്നമനത്തിനായി മാറ്റാനും അപ്പോഴേ കഴിയുള്ളൂ. കാരണം ഈ സാധനങ്ങൾ ചെയ്തവർക്ക് മാത്രമാണ് സേവാ സാധനയിൽ കൂടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ വെറും പ്രവർത്തനങ്ങളായിട്ട് മാറും. ഇപ്പൊ ഇവിടെ 1-2 തവണ ഭഗവാൻ ബാബ ഭക്തന്മാരുടെ സംഘങ്ങൾക്കായി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. പ്രസിദ്ധനായിരുന്ന ഭഗവാന്റെ ഏറ്റവും അടുത്ത ഭക്തനായിരുന്ന ഇസ്ലോപ്പ് എന്ന വിദേശി, ആ ഭക്തന് ഭഗവാൻ നിഷ്കർഷിച്ച നിർദ്ദേശിച്ച വിഷയങ്ങൾ ഈ ധ്യാനത്തിനെ പറ്റിയിട്ട് കോൺവെർസേഷൻ വിത്ത് ശ്രീ ജോൺ ഹിസ്ലപ്പ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് ജ്യോതിർധ്യാനത്തെ ക്രമപ്പെടുത്തിയിട്ട് പലരും ഭഗവാന്റെ ജ്യോതിർധ്യാനത്തിന് അടിസ്ഥാനത്തിൽ കുറച്ച് മാറ്റിയിട്ട് വ്യതിയാനങ്ങളൊക്കെ വരുത്തിയിട്ട് ജ്യോതിർധ്യാനങ്ങളെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദർശന സമയത്ത് ഭഗവാനിൽ നിന്ന് ഈ ജ്യോതിർധ്യാനത്തിന് കൂടിച്ചേർക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഭഗവാൻ പറഞ്ഞു തന്നതായിട്ട് ആ ദർശനം വളരെ കൃത്യമായിരുന്നെന്നും സത്യമായിരുന്നെന്നും ബോധിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിൽ കൂടെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയത് കൊണ്ട് ആ ദർശനത്തിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നതാണ്. ആ ഭാഗത്ത് ഓരോരുത്തർക്കും അവരെ ഇഷ്ടദേവതയായ പ്രതിഷ്ഠിച്ചിട്ട് എനിക്ക് പറഞ്ഞു തന്നതിൽ ജ്യോതിർധ്യാനത്തിന് കൂടെ തന്നെ നമ്മൾ ഇഷ്ടദേവതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അവിടെ
ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് ആരാധിക്കാൻ. അത് സ്വാമി ഇസ്ലോപ്പിനോടും പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് നമ്മുടെ ഇഷ്ടദേവതയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് പാദപൂജയൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ നല്ല ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് ആ ആധ്യാത്മിക ക്രിയയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ വേറെ എവിടേക്കും മനസ്സ് പോകാതെ ഏകാഗ്രമായ ഒരു ധാരണയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെ ഇവിടെ പറയാം. ജ്യോതിർധ്യാനം ഒരു പ്രകാശധ്യാനമായതുകൊണ്ട്, ജ്യോതിഷാണല്ലോ, പ്രകാശാണല്ലോ, അത് ഏത് മതസ്ഥർക്കും തടസ്സമില്ല. ഏത് മതസ്ഥർക്കും അത് ചെയ്യാൻ പറ്റും. ഭഗവാൻ സർവ്വമതങ്ങളെയും ഒരുപോലെ കണ്ട ആളാണല്ലോ. അതുകൊണ്ട് ഒരു മതവും മറ്റു മതത്തിനെ വിമർശിക്കാനോ മോശമാക്കി പറയാനോ പാടില്ല എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് എത്താൻ വിവിധ മാർഗങ്ങൾ പറയുന്നു എന്നുള്ളൂ. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാം. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും മോശം പറയലോ ഒന്നും ആവശ്യമില്ല എന്ന് ഭഗവാൻ പ്രത്യേകം ഭഗവാന്റെ ഭക്തന്മാരെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജ്യോതിർധ്യാനം, ആ ജ്യോതിർധ്യാനത്തിന് പ്രത്യേക സ്വരൂപമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് ഏത് മതസ്ഥർക്കും മുസ്ലിമുകൾക്കും കൂടെ ചെയ്യുന്നതിൽ തടസ്സാവില്ല. ഒരു പ്രകാശനാളം, ആ പ്രകാശനാളത്തിൽ നിന്ന് എത്രയോ പ്രകാശനാളങ്ങൾ പ്രകാശിപ്പിക്കാം. എല്ലായിടത്തും പ്രകാശം പരത്താം. അതിന് പരിമിതികളില്ല. പ്രകാശത്തിന് പ്രകാശം കൂടിക്കൂടി വരുന്നതോറും കുറയുമില്ല. അപ്പൊ പ്രകാശത്തിന് സാർവജനീനമായിട്ടുള്ള ഒരു പവിത്രത കൂടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സഗുണ ഈശ്വരഭാവങ്ങളെ ഉൾക്കൊള്ളാൻ പാടില്ലാത്ത മതസ്ഥർക്ക് കൂടി ജ്യോതിർധ്യാനം സ്വീകാര്യമാവും. അല്ലാത്തവർക്ക് ആ ജ്യോതിസില് അവരവരുടെ ഇഷ്ടദേവതയെ കണ്ടുകൊണ്ട് ധ്യാനിക്കാം. ഭഗവാൻ ബാബ ധ്യാനത്തെ 3 തലങ്ങളായിട്ടാണ് പറഞ്ഞു തരുന്നത്. 1 കോൺസെൻട്രേഷൻ, 2 കോണ്ടംപ്ലേഷൻ, 3 മെഡിറ്റേഷൻ. ആ ഏകാഗ്രമായിട്ടുള്ള ശ്രദ്ധ ആദ്യം. പിന്നെ കോണ്ടംപ്ലേഷൻ, ഏകാഗ്രമായിട്ട് ഒരു വസ്തുവിൽ മാത്രം നമ്മുടെ മനസ്സ് ഉറച്ചു നിൽക്കുക. അങ്ങനെ വന്നാൽ അത് മെഡിറ്റേഷൻ എന്ന ഭാവത്തിലേക്ക് എത്തുന്ന. അതിന് ഭഗവാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു റോസാ ചെടിയിലും മുള്ളുകളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ട്. എവിടെയാണ് മുള്ളുകൾ, എവിടെയാണ് പുഷ്പങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതിന് കോൺസെൻട്രേഷൻ എന്ന് പറയാം. മുള്ളുകളാകുന്ന ഭൗതിക ആഗ്രഹങ്ങളെ മാറ്റിയിട്ട് പ്രേമമാവുന്ന പുഷ്പം പറിച്ചെടുക്കുന്നത് കോണ്ടംപ്ലേഷൻ. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അനർഥ ജഡ ദുഃഖ സ്വരൂപമായിട്ടുള്ള ഈ പ്രകൃതിയെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഭൗതിക ആഗ്രഹങ്ങളെയൊക്കെ മാറ്റിയിട്ട് ആ പ്രേമമാവുന്ന ഈശ്വരനോടുള്ള കലർപ്പില്ലാത്ത പ്രേമത്തിന്റെ ശക്തി കൊണ്ട് ആ പുഷ്പം കണ്ടുപിടിച്ച് പറിച്ചെടുക്കുന്നതിന് കോണ്ടംപ്ലേഷൻ എന്ന് പറയും. ആ പുഷ്പത്തെ അത്യധികം ഭക്തിയോടെ ഈശ്വരവാദത്തിൽ സമർപ്പിക്കുമ്പോഴോ അതിന് മെഡിറ്റേഷൻ. അതാണ് ധ്യാനത്തിന്റെ ഫലം. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ അത് സമാധിസ്ഥ അവസ്ഥയിൽ എത്തും. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം, നിർവികൽപ്പ സമാധിയിൽ എത്തുക. ഭഗവാൻ അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു ഉദാഹരണത്തിൽ കൂടെ പാശ്ചാത്യന്മാരും പാശ്ചാത്യ ദാർശനികനക്കാരൊക്കെ പറയുന്ന കോൺസെൻട്രേഷൻ, കോണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ എന്ന 3 അവസ്ഥകളെ ഭാരതീയ രീതി അനുസരിച്ച് പറഞ്ഞിരിക്കുകയാണ് അവിടെ. അപ്പൊ ഇനി നമുക്ക് ജ്യോതിർധ്യാനത്തിൽ, ഞാനിതൊരു ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ജ്യോതിർധ്യാനത്തിൽ പടിപടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ താഴെ നമ്മൾക്ക് ഇനി ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാ ഭക്തർക്കും ഭഗവാന്റെ വരദാനമായ ഈ ജ്യോതിർധ്യാനത്തിലൂടെ ആത്മീയമായിട്ടുള്ള നിർവൃതി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട്, ഞാൻ ഭഗവാൻ അതിനെ വേണ്ടുന്ന രീതിയിൽ നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ശരിയായ ആ ജ്യോതിർധ്യാനത്തിന്റെ ക്രമങ്ങളിലേക്ക് ഞാൻ എത്തുകയാണ്. ഏത് സാധന ചെയ്യുമ്പോഴും നമുക്കറിയാം, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യണമെന്ന് ആചാര്യന്മാരൊക്കെ പറയും. ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ്. ഈ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് സുഖമായിരുന്നിട്ട് ഈ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന പ്രോസസ്സുകളൊക്കെ ചെയ്ത് സുഗമമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ ആദ്യത്തിൽ എത്ര സമയം വേണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് 3 മുതൽ 6 വരെയുള്ള സമയത്തിനുള്ളിൽ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കും.
ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 3/4 മണിക്കൂർ എടുത്താൽ നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഒരു 3/4 മണിക്കൂർ സമയം 3 മുതൽ 6 വരെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ 5:45 വരെ ഇത് അനുഷ്ഠിക്കാം. അപ്പൊ അവിടെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പലർക്കും. എന്നാലും സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറെയൊക്കെ ത്യാഗം സഹിക്കണം. കുറെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഇഷ്ടപ്പെടാത്തതിനെയൊക്കെ നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരും. ഉറക്കൊക്കെ ഒന്ന് കുറയ്ക്കേണ്ടി വരും. അപ്പൊ രാവിലെ നമ്മൾ തിരഞ്ഞെടുത്ത സമയത്ത് നമ്മളെ വീട്ടിൽ അല്ല എവിടെയാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കണം. സ്ഥലവും സമയവും വളരെ പ്രധാനമാണ് ധ്യാന പ്രക്രിയയ്ക്ക്. എല്ലാ ദിവസവും ഒരേ സമയം ഒരേ സ്ഥലം എന്നുള്ളത് വളരെ അഭികാമ്യം. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും പല ജോലി തിരക്കൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ അത് വിട്ടേക്കൂ. അന്ന് നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന മാതിരി ആ സമയത്ത് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്താൽ മതി. പക്ഷെ അധികവും നമ്മൾ വീട്ടിലാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ വീട്ടില് നല്ലൊരു സ്ഥലം തിരഞ്ഞെടുക്കണം. ചെറിയ ചെറിയ പൂജാമുറിയൊക്കെ ആണെങ്കിൽ പൂജാമുറിയിൽ തന്നെ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. കുറച്ച് തുറസായിട്ടുള്ള നല്ല കാറ്റൊക്കെ കടക്കുന്ന ഒരു മുറിയിൽ നമ്മൾ ഇരുന്ന് ചെയ്യാൻ തീരുമാനിക്കുക. അധികം ആൾക്കാരെ കൊണ്ടൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലം. ആ നിശബ്ദതയിൽ വേണം. ബഹളം വെച്ചാൽ ധ്യാനം ശരിയാവില്ല. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ആ നിശ്ചയിച്ച സ്ഥലത്ത് ഇരുന്ന് നമ്മൾ എവിടേക്കാണ് എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമ്മൾ സുഖാസനത്തിലോ വജ്രാസനത്തിലോ പത്മാസനത്തിലോ ആണ് ഇരിക്കുന്നത്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ കുളിക്കണം നിർബന്ധം സ്വാമി പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല മുഖമൊക്കെ കഴുകി ഉറക്കം വരാത്ത രീതിയിലായിട്ട് തലേ ദിവസം ഇട്ടിരുന്ന ആ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് നമ്മൾ ധ്യാനത്തിനൊക്കെ ആയിട്ട് നമ്മളൊരു പേര് ഡ്രസ്സ് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. അയഞ്ഞ ഡ്രസ്സുകൾ, പുരുഷന്മാർക്ക് മുണ്ടും അയഞ്ഞൊരു ഷർട്ടും ആയാൽ ബുദ്ധിമുട്ടില്ല. സ്ത്രീകൾ അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് സുഗമമായിരുന്നു ചെയ്യാനുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കുക. കഴിയണതും വെള്ള ഡ്രസ്സായാൽ വളരെ നല്ലത്. ഒരു പരിശുദ്ധിയുടെ നിറമാണല്ലോ. അങ്ങനെ ഇരുന്ന് ഉള്ളില് ഇങ്ങനെ ഭഗവാനെയോ അല്ലെങ്കിൽ ഈശ്വരനാമങ്ങളോ ഒക്കെ അങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒരു നിലത്ത് അധികം ഉയരമില്ലാത്തതായ 2.5 ഇഞ്ചിലും അധികമില്ലാത്തതായ ഒരു ഇരിപ്പിടം നമ്മൾ വിചാരിച്ച സ്ഥലത്ത് നിലത്ത് ഒരുക്കിയിട്ട് ദേഹത്തിന്റെ ഒരു ഭാഗവും നിലം തൊടാത്ത രീതിയിൽ ആ ആസനത്തിൽ ഇരിക്കണം. അതിപ്പോ ഒരു കുഷൻ വെച്ചിട്ട് ആ കുഷന്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റോ ആ ബ്ലാങ്കറ്റിന്റെ മുകളിൽ ഒരു വെള്ള വസ്ത്രമോ നീറ്റായിട്ടൊരു വസ്ത്രമോ ഇട്ടുകൊണ്ട് അധികം 2.5 ഇഞ്ചിലും അധികം കൂടണ്ട. അങ്ങനെ അതിലായിരിക്കേണ്ടത്. അല്ലാതെ രാവിലെ അലാറൊക്കെ വെച്ച് എഴുന്നേറ്റിട്ട് ആ കടന്ന കട്ടിലിന്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് ഓങ്കാരം ആ ഉയരത്തിലിരുന്ന് ഓങ്കാരം ചെയ്യാൻ പാടില്ല. തുടക്കക്കാർക്ക് ആദ്യം ചെയ്യുന്നവർക്ക്. കുറെ കഴിഞ്ഞവർക്ക് കുറെയൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. പക്ഷെ അങ്ങനെയുള്ളവര് അത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ ഈ ഒരു ആസനത്തിൽ ഇരുന്നിട്ട് ദേഹത്തിന്റെ ഒരു ഭാഗവും നിലം തൊടാതിരിക്കണം. പിന്നെ ഇതിലിപ്പോ വയസ്സായവരൊക്കെ കുറെ ഉണ്ടാവും. അവർ വിചാരിക്കുക അങ്ങനെയാ. അപ്പൊ അവർക്ക് അങ്ങനെ സുഖാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഒക്കെ ഇരിക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടായിരിക്കും. കയ്യും കാലൊക്കെ വേദനിക്കും. കയ്യും കാലൊക്കെ വേദനിച്ചുകൊണ്ട് ധ്യാനം ചെയ്താൽ ശരിയാവും? ശരിയാവില്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? നല്ല ഒരു കസാലയിൽ ഒരു കുഷൻ ഇട്ടിട്ട് നിലത്ത് ഒരു കാർപ്പറ്റോ എന്തെങ്കിലും ഇട്ട് അവിടെ കാല് വെച്ച് നിലം തൊടാതെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരെ ഇരിക്കാൻ സാധിക്കണം ആ കസാലയിൽ. പിൻഭാഗം സ്ട്രെയിറ്റ് ആയ ഒരു കസാലയിൽ ഇരുന്നിട്ട് വയസ്സായവർക്ക് ചെയ്യാം, ബുദ്ധിമുട്ടില്ല. അവര് അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തവരൊക്കെ ഞാൻ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു ആസനം തിരഞ്ഞെടുത്തിട്ട്, സുഖാസനം എന്ന് പറയുമ്പോൾ നല്ലോണം ചമ്മറം പിടിഞ്ഞിട്ട് പതിഞ്ഞിരിക്കാൻ സാധിച്ചാൽ മതി. അല്ലാതെ പത്മാസനത്തിലും വജ്രാസനത്തിലും ഒക്കെ ബുദ്ധിമുട്ടിയിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. ഇരിക്കുന്ന ആസനം ശരിയായില്ലെങ്കിൽ ധ്യാനം ശരിയാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് നമ്മളെ കൈകൾ എന്ത് ചെയ്യും? എങ്ങോട്ടേക്കാ തിരിഞ്ഞിരിക്കേണ്ടത്? ആചാര്യന്മാരൊക്കെ പറയണു കിഴക്കോട്ടോ വടക്കോട്ടോ. എപ്പോഴെങ്കിലും ഒരു നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ കിഴക്കോട്ട് ശീലിച്ചാൽ കിഴക്കോട്ടേക്ക് മാത്രം, വടക്കോട്ട് ശീലിച്ചാൽ വടക്കോട്ട് മാത്രം. ഒരു ദിവസം കിഴക്ക് പിറ്റേ ദിവസം വടക്ക്, അത് ശരിയല്ല. അങ്ങനെ ഭഗവാൻ ബാബ പറയണു വടക്കോട്ട് എന്ന്. കാരണം അവിടെ ഹിമാലയ സാനുക്കളിലാണ് ഇന്നും
വലിയ വലിയ സന്യാസി വര്യന്മാര് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയം. അപ്പോൾ അവിടേക്ക് നോക്കി നമ്മൾ ആ ദിശയിലേക്ക് നോക്കി നമ്മളും ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ അറിയാതെ ഒരു പ്രസരണം, ആധ്യാത്മിക പ്രസരണം നമുക്ക് നമ്മളിലേക്ക് കടന്നു വരാൻ വഴിയുണ്ട്. അത് നമുക്ക് ഭാഗ്യ. അതുകൊണ്ട് വടക്കോട്ട് ഉള്ളതാണ് ഭഗവാൻ ബാബ ഉചിതം എന്ന് പറയണത്. പക്ഷെ കിഴക്കോട്ട് ശീലിച്ചവര് അവിടുന്ന് മാറ്റണമെന്നൊന്നുമില്ല, മാറണത് ശരിയല്ല. ഇത് ഈ ആധ്യാത്മിക സാധനങ്ങളിലൊക്കെ എപ്പോഴും ഒരേ മാതിരി തന്നെ മുന്നോട്ട് പോകണം. പെട്ടെന്ന് പെട്ടെന്ന് മാറിയിട്ടുള്ള രീതികൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. എന്നിട്ട് അവിടെ ഇരുന്ന ശേഷം വടക്കോട്ടോ കിഴക്കോട്ടൊക്കെ ഒന്ന് നോക്കിയ ശേഷം നമ്മൾ ആദ്യം വേണ്ടത് നമ്മളുടെ കൈകൾ എന്താ ചെയ്യാ, കൈകള് മടിയിൽ ചേർത്തി മലർത്തിയിട്ടോ. പരമഹംസരുടെയൊക്കെ ചിത്രം കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കൈ മേലേക്ക് മേലെയായിട്ട് വെക്കുക, എന്നിട്ട് അനങ്ങാണ്ടിരിക്കുക. അല്ലെങ്കിലോ ചിന്മുദ്ര. ചിന്മുദ്ര എന്ന് പറയുമ്പോൾ എങ്ങനെ, ഈ വിരല് കുറച്ചൊന്ന് തള്ളി നിൽക്കും, ഈ ചൂണ്ടുവിരല് അതിന് താഴെയായിരിക്കും, ഈ 3 വിരലുകള് നേരെയായിട്ട് നിൽക്കും. ഇതിന്റെ അർത്ഥം എന്താ? ഇത് പരമാത്മാവ്, അതിന് കുറച്ച് ഗ്രേഡ് കൊടുത്തിരിക്കണം. ഇത് ജീവാത്മാവ്, ഇത് രണ്ടും കൂടി ചേരുന്ന മേളനമാണ്. അതിനു വേണ്ടിയാണ് ധ്യാനം ചെയ്യണത്. ഇത് 3 ഇത് സത്വരജ തമോ ഗുണങ്ങൾ. ഈ സത്വരജ തമോ ഗുണങ്ങള് ഈ ബന്ധത്തിന് നല്ലതല്ല. ആ ത്രിഗുണങ്ങളിൽ നിന്ന് മാറിയാലാണ് ആ അവസ്ഥയിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ത്രിഗുണങ്ങള് 3 ഈ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കട്ടെ, അത് അങ്ങോട്ട് മാറി നിൽക്കട്ടെ. പക്ഷെ ഈ ചിന്മുദ്ര സ്വീകരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചമ്മണപ്പെട്ടിരിക്കുമ്പോൾ 2 മുട്ടുകളുടെ മുന്നിലും 2 കൈകളും, നേരെയുള്ള 2 കൈകളും ചേർത്തി വെച്ചിട്ട് ഇങ്ങനെ ചിന്മുദ്ര ഇരിക്കണം. പക്ഷെ ഈ ധ്യാന സമയത്ത് ഒരിക്കലും ഈ 3 വിരലുകൾ ഉള്ളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ മുദ്ര തെറ്റി. അപ്പൊ എന്താ അങ്ങനെ വരിക? ഈ മുദ്രയോട് കൂടിയിട്ട് അതിനോട് പോയി ചേരാനുള്ള ഇതില് ഈ രജസത്വ ഗുണങ്ങൾ ചേർത്തി വെച്ചാൽ അതിന്റെ പ്രയോജനം നഷ്ടപ്പെടും. ആ ത്രിഗുണങ്ങൾ മാറി നിൽക്കണം എന്നാണ് മുദ്രയുടെ അർത്ഥം വരേണ്ടത്. അതിന് നേരെ എതിരായാലോ മുദ്ര തെറ്റും. അതുകൊണ്ട് ആ ചിന്മുദ്ര ചെയ്യുന്നവര് വളരെ ശ്രദ്ധിക്കണം, അത് തെറ്റാതെ നോക്കണം. അതിൽ ഏറ്റവും പ്രധാനം ഒരു ധ്യാനത്തിന് എന്ന് പറഞ്ഞാൽ നട്ടെല്ല് ഒരിക്കലും വളയാതെ നിവർന്നു നിൽക്കണം. എന്നാലോ ബലം പാടില്ല. വളരെ ലൈറ്റായിട്ട്, യാതൊരുവിധ കാഠിന്യവും ഇല്ലാതെ, ഒരു ടെൻഷനും വരാത്ത രീതിയിലുള്ള ആ നട്ടെല്ല്, ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിന്റെ അല്ല ഞാൻ, ഉറപ്പൊന്നുമില്ലാതെ അയഞ്ഞുകൊണ്ട് ആയിരിക്കണം നട്ടെല്ല് ഉണ്ടാവേണ്ടത്. പക്ഷെയോ നേരെയായിരിക്കണം. അങ്ങനെ മുഖം ഒരു വശത്തേക്ക് അങ്ങോട്ടാവാൻ പാടില്ല, അങ്ങോട്ടാവാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല, മേലെ പിന്നിലേക്ക് പാടില്ല, താണാവാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിരിക്കണം ചിന്ന്. ഇപ്പൊ ഞാൻ ഇരിക്കണ മാതിരി. അതിന് സമകായ ശിരോ ഗ്രീവാൻ എന്നാണ് ഗീതയിലൊക്കെ പറയണത്. നേരെയായിരിക്കും, ഒരു പ്രതിമ പോലെയാവും. അപ്പോ അങ്ങനെ ഇരിക്കുന്നത് ഏറ്റവും പ്രധാനം. ബലം കൊടുക്കാതെ അതീവ ആയാസകരമായ രീതിയിലായിരിക്കണം അവിടെ ഇരിക്കേണ്ടത്. അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെയാണ് നമ്മളുടെ ഇരിപ്പ് വേണ്ടത്. ഒരു വശത്തേക്ക് മുഖമൊന്നും നിൽക്കാൻ പാടില്ല. കണ്ണുകൾക്ക് ബലം കൊടുക്കാതെ അടയ്ക്കുക, അമർത്തി അടയ്ക്കണ്ട, തൊട്ടില്ല എന്ന രീതിയിൽ അടച്ചിട്ട് നമ്മുടെ ദൃഷ്ടികള് ഈ പുരികത്തിന്റെ മധ്യത്തിലുള്ള ഈ ഭാഗത്തേക്ക്, ആ കുട്ടികൾ ഭ്രൂമധ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിന് രണ്ടിനും അവിടേക്ക് നോക്കുക, ഭ്രൂമധ്യത്തിലേക്ക് ഇങ്ങനെ നോക്കാൻ. അത് കുറച്ചു കാലം നമ്മൾ പകലൊക്കെ ശ്രദ്ധിച്ചാൽ, നമുക്ക് കണ്ണടച്ചാൽ അവിടേക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം നമുക്ക് വേഗത്തിൽ ശരിയാക്കാൻ സാധിക്കും. വായും ചുണ്ടുകൾക്കൊന്നും ബലം കൊടുക്കരുത്. വായ അടച്ചു വിൽക്കണം, ചുണ്ടുകൾ അമർത്തി പിടിക്കേണ്ട. ദേഹത്തെ ബലമില്ലാത്ത അവസ്ഥയിലാക്കാൻ ശ്രമിക്കണം. നാവ് നമ്മൾ ഈ പല്ലിന്റെ അടിയിലായിട്ട് വെച്ചാൽ മതി, അതവിടെ ഇരുന്നോളൂ. അല്ലെങ്കിൽ കളിക്കില്ല, അല്ലെങ്കിൽ നാവിങ്ങനെ ഇളകി കളിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ കളിക്കാതിരിക്കണം. പിന്നെ ഇതിന് ഒരു വഴി പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാരൊക്കെ പറയുന്നുണ്ട്. ദേഹത്തെ ബലമില്ലാത്ത അവസ്ഥയിലാക്കാൻ
ദേഹത്തിലെ മാംസപേശികൾക്ക് ആയാസം കൊടുക്കാൻ, ദുർബലമാക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ സജഷൻസ് പറയും. സൈക്കോളജിയിൽ പറയുന്നതായിട്ടുള്ള നമ്മൾ സജഷൻസ് കൊടുക്കുക, നമ്മൾ കമാൻഡുകൾ കൊടുക്കുക. അവനെ എന്ത് പറയുക, എവിടുന്ന് തുടങ്ങണം എന്ന കാലുകളിൽ നിന്ന് ആരംഭിച്ചിട്ട് ശിരസ് വരെ ഓരോ മസിൽസിനെയും കണ്ടുകൊണ്ട് ആ മസിൽസിനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ മസിൽസുകൾക്ക് നമ്മൾ കൽപ്പന കൊടുക്കുകയാണ്, കമാൻഡ് കൊടുക്കുകയാണ്. ഈ മസില് വളരെ ദുർബലമാവുന്നു, ഈ മനസ്സ് ദുർബലമാവുന്നു, ഈ പേശി ദുർബലമാകുന്നു, ഈ പേശി ദുർബലമാവുന്നു, ഈ മസിൽസ് ദുർബലമാവുന്നു, അവിടെ തീരെ ബലമില്ലാതെ ആയിരിക്കുന്നു. എവിടുന്ന് തുടങ്ങണം? ഇടത്ത് കാലിലെ പെരുവിരലിൽ നിന്ന് പൊന്തി തുടങ്ങിയിട്ട് കാലിലെ പടങ്ങളിലേക്കൊക്കെ ആദ്യം ശ്രദ്ധിച്ചിട്ട് കമാൻഡ് കൊടുത്ത്, പിന്നെ ഈ നമ്മളെ കാൽ വെള്ളയിലുള്ളതായിട്ടുള്ള ആ മസിൽസുകൾക്ക് കൊടുത്തു, നമ്മുടെ തുടയിലെ മസിൽസുകൾക്ക് കൊടുത്തു, പിൻഭാഗത്ത് നമ്മളെ ബട്ടക്സിലെ മസിൽസ് കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ വലത്തുഭാഗത്തെ അതേമാതിരി തന്നെ ആ ഭാഗത്തെ മസിൽസുകൾക്കൊക്കെ കൊടുത്തു, ബട്ടക്സ് വരെ എത്തി. അത് കഴിഞ്ഞാൽ നമ്മളെ വയറിന്റെ ഭാഗത്തുള്ള മസിൽസുകളെ ആലോചിച്ചുകൊണ്ട് അവർക്ക് കമാൻഡുകൾ കൊടുക്കുക. അങ്ങനെ വന്ന് പുറം ഭാഗത്ത് മസിൽസുകൾക്ക് കമാൻഡ് കൊടുക്കുക. നമ്മളെ ചുമലുകൾ അപ്പോഴേക്ക് ഇങ്ങനെ താഴത്തേക്ക് ഡ്രൂപ്പ് ചെയ്യും, ഇങ്ങനെ ഒടിഞ്ഞ മാതിരിയാവും. അല്ല, സ്ട്രെയിറ്റ് ആയിട്ട് അപ്പോഴും നിൽക്കണം, ബലമില്ലാതെ. അപ്പൊ ആ ഷോൾഡറുകൾക്ക് കമാൻഡ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ കൈകളിലുള്ള മസിൽസുകൾക്ക് കമാൻഡ് കൊടുക്കുക. അങ്ങനെ പോയി ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ധ്യാനത്തില് വിഷമം ഉണ്ടാവുന്ന ഭാഗം കഴുത്തിന്റെ പിൻഭാഗവും മുൻഭാഗവും ഒക്കെയാണ്. അപ്പൊ ആ കഴുത്തിലെ മസിൽസുകൾക്ക് അസലായിട്ടുള്ള ഒരു കമാൻഡ് കൊടുത്ത ശേഷം മുഖത്തെ കവിളുകളിലെ മാംസപേശികൾക്ക്, നമ്മളെ നെറ്റിത്തടത്തിലെ മാംസപേശികൾക്കൊക്കെ കൊടുത്ത്, നമ്മളെ തലയോട്ടിയുടെ മുകളിലുള്ള ആ പേശികൾക്കും നമ്മൾ കമാൻഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആകെ നമ്മൾ ശരീരത്തിനെ മുഴുവൻ ദുർബലമാക്കുന്ന അവസ്ഥയിലേക്കുള്ള ഒരു കമാൻഡ് എല്ലാ മസിൽസുകൾക്കും കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രധാനപ്പെട്ട പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഹൃദയം, ലിവർ, കിഡ്നികൾ, സുഷുമ്നാനാഡി, നമ്മളെ സ്റ്റൊമക്ക്, നമ്മളെ വലിയ കുടല്, ചെറിയ കുടല്, മൂത്രസഞ്ചി, മൂത്രാശയത്തിലേക്കുള്ള സ്ഥലങ്ങളൊക്കെ, ആ ഭാഗങ്ങളൊക്കെ നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇന്നും സയൻസിന് അജ്ഞാതമായിരിക്കുന്ന ഒരു ഭാഗമാണ് അത്. വലിയ രീതിയിലൊന്നും മസ്തിഷ്കത്തെ അറിയാൻ ഇന്നും വൈദ്യലോകത്തിന് സാധിച്ചിട്ടില്ല. അത്രയും ആയിട്ടുള്ള ആ വലിയ കമ്പ്യൂട്ടർ മനുഷ്യശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ മസ്തിഷ്കവും ഒക്കെ എൻ്റെ ഈ മസ്തിഷ്കം ആരോഗ്യപരമായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന ഒരു കമാൻഡ് ആ ബ്രെയിനിന് കൊടുക്കുക, ലങ്സിന് കൊടുക്കുക, ലിവറിന് കൊടുക്കുക, ഓരോന്നിനെയും പേര് പറഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു കൊടുക്കുക, വാൾ ബ്ലാഡറിന് കൊടുക്കുക, പിത്തസഞ്ചിക്ക് കൊടുക്കുക, കിഡ്നികൾക്ക് കൊടുക്കുക, സ്റ്റൊമക്കിന് കൊടുക്കുക, കുടലുകൾക്ക് കൊടുക്കുക, ഓസ്ട്രേറ്റിന് കൊടുക്കുക, മൂത്രസഞ്ചിക്ക് കൊടുക്കുക. ഇങ്ങനെ എല്ലാത്തിനും ഉള്ളില് ആരോഗ്യകരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സജഷൻസ് ഉള്ളിലും കൊടുക്കാം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെയധികം നല്ല ഒരു ശരിയായിട്ടുള്ള ഒരു ധ്യാനത്തിന്റെ പ്രക്രിയയിലേക്ക് വരുന്ന ഭാഗത്തിലേക്കായി. അങ്ങനെ ശിരസിന്റെ ദേഹത്തിന്റെ ബലമൊക്കെ ഇല്ലാണ്ടായി, മാംസപേശികള് ഒക്കെ വളരെയധികം ശോഷിച്ച മാതിരിയായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാണായാമ പ്രക്രിയ ചെയ്യാം. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രാണായാമങ്ങളൊന്നും ചെയ്യണ്ട. അതൊക്കെ ചിലപ്പോൾ മോശമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാക്കാം. ചില വലിയ പ്രാണായാമത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പലരും ഉണ്ട്. പക്ഷെ ഭഗവാൻ പറഞ്ഞു ചെറിയ രീതിയിൽ. അപ്പൊ അത് ഒരു മന്ത്രത്തോടു കൂടി തന്നെ ആയിക്കോട്ടെ. സോഹം എന്ന് പറഞ്ഞാൽ തത്വമസി എന്നതിൻ്റെ വേറൊരു ഭാഷയുണ്ട്. അത് ഞാനാകുന്നു. ഏത്? എൻ്റെ ഉള്ളിലുള്ള ആത്മാവാണ് ഞാൻ എന്നതിന് സോ എന്ന് ഉള്ളിലേക്ക് വലിക്കുമ്പോൾ
ശ്വാസം എടുക്കുമ്പോൾ സോ എന്ന് ശബ്ദം ഉണ്ടാവാൻ പാടില്ല. ശബ്ദമില്ലാണ്ട് സോ പുറത്തേക്ക് വിടുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുമ്പോൾ വല്ലാത്തധികം സമയമല്ല, ഒരു 3-4 സെക്കൻഡ് അത് ഉള്ളില് നല്ലോണം ഉള്ളിലേക്ക് എടുത്തിട്ട് വെച്ചിട്ട് പുറത്തേക്ക് എന്ന് പറഞ്ഞ് വിട്ടിട്ട് പിന്നെ ഒരു 5 സെക്കൻഡ് അങ്ങനെ തന്നെ ശ്വാസം ഒന്നും ഇല്ലാത്ത രീതിയിൽ നിർത്തി പിന്നെ രണ്ടാമതും സോ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ഒഴിക്കുക. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അതിൽ ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വേറെ എവിടെയും ശ്രദ്ധയില്ലാതെ നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സുഖമുള്ള അവസ്ഥയിലേക്ക് എത്തും. റെസ്റ്റ്ലെസ് അല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ശ്വാസഗതികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് നല്ലൊരു ഒരു ഉത്തേജനമൊക്കെ കിട്ടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തുടങ്ങുന്നവര് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം തന്നെ അവിടെ കരുതി വെച്ചിട്ടുണ്ടാവണം ഒരു തിരിയുള്ള ഒരു വിളക്ക്, ഒറ്റ തിരി. അത് കാറ്റത്ത് ആടുകയൊന്നും ചെയ്യരുത്, സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒരു മെഴുകുതിരി. അത് നമ്മുടെ കണ്ണ് തുറന്നാൽ കാണുന്ന പാകത്തിൽ, എല്ലാം മുകളിലാവരുത് താഴെയാവരുത്, പാകത്തില് അത് കത്തിച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മൾ അത് കത്തിച്ച് ഈ സോഹം ചെയ്ത ശേഷം നമ്മൾ കണ്ണു തുറന്നുകൊണ്ട് ആ ജ്യോതിസിലേക്ക് ഒരു 12 സെക്കൻഡ് കണ്ണടയ്ക്കാതെ ഏകാഗ്രമായിട്ട് മറ്റൊരു വിചാരവും ഇല്ലാതെ ആ ജ്യോതിസിനെ ശ്രദ്ധിക്കുക. കണ്ണടച്ചാൽ ആ ജ്യോതിസ്, ആ പ്രകാശം അതെല്ലാവർക്കും കാണാം. നമ്മുടെ ഭ്രൂമധ്യത്തിൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കണം. അതങ്ങനെ നിന്നിട്ട് അതിങ്ങനെ പ്രകാശം കൂടി വരുന്നതായിട്ട് നമ്മുടെ ഉള്ളിൽ കാണും. അങ്ങനെ കൂടി വന്നിട്ട് അത് നമ്മുടെ മസ്തിഷ്കത്തെ മുഴുവൻ പ്രകാശമാനമാക്കി. അങ്ങനെ അത് മെല്ലെ ആ ജ്യോതിസ് താഴത്തേക്ക് ഇറങ്ങുന്നു. അപ്പൊ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഇവിടെ. ഈ ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ നന്നാക്കി കൊണ്ടുവരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ ജ്യോതിസുകളെയൊക്കെ കണ്ണിനെ, നേത്രേന്ദ്രിയത്തിന്, ഘ്രാണേന്ദ്രിയത്തിന്, നമ്മുടെ എന്താണ് ശ്രോത്രേന്ദ്രിയത്തിന്, രസനേന്ദ്രിയത്തിന് എല്ലാം അങ്ങനെ പ്രകാശിപ്പിച്ച് ശുദ്ധമാക്കിയിട്ട് അതിങ്ങനെ ഇറങ്ങി വരിക ജ്യോതിസ് മെല്ലെ മെല്ലെ. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്തായി, ഈ ഹൃദയമധ്യത്തില് ആണ് നമ്മുടെ സ്പിരിച്വൽ ഹാർട്ട്, ഇടത്തുഭാഗത്താണ് നമ്മുടെ ഫിസിക്കൽ ഹാർട്ട്. നമ്മുടെ സ്പിരിച്വൽ ഹാർട്ടില് നമ്മള് കൂമ്പി നിൽക്കുന്ന ഒരു വെള്ളത്താമരയുടെ മൊട്ട് കാണുകയാണ്. അതിന് 8 ഇതളുകളുണ്ട്. ആ 8 ഇതളുകള് ഈ ജ്യോതിസ് ഇറങ്ങി വരുമ്പോ അതിന്റെ രീതിയിൽ അതിനെ സ്വീകരിക്കാനായിട്ട് ഈ 8 ഇതളുകള് വളരെ ബൃഹത്തായിട്ട് എന്തിനേയും ഉൾക്കൊള്ളുന്ന രീതിയിൽ സാർവജനീനമായൊരു ഭാവത്തിലേക്ക് തുറക്കുന്നതായിട്ട് വിഭാവനം ചെയ്യാം. ഞാൻ എന്തും ഉൾക്കൊള്ളും, എനിക്കൊരു വേർതിരിവുമില്ല എന്ന രീതിയിൽ. അപ്പൊ ഏത് താമരയുടെ നടുവിലൊരു കേസരം ഉണ്ടാവും. ആ കേസരം ഒരു പീഠം മാതിരി ആ കേസരത്തിലേക്ക് വന്നിട്ട് ഈ ജ്യോതിസ് അവിടെ അങ്ങോട്ട് പ്രതിഷ്ഠിതമാവുക. ഒരു വിഗ്രഹം പോലെ അവിടെ പ്രതിഷ്ഠിതമായിട്ട്. ഇപ്പോഴെന്താ സ്ഥിതി, ഈ ജ്യോതിസ് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയ ഗുഹ ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ടുള്ള ആ ഒരു മണ്ഡപം പോലെയാണ്. ഒരു വൃത്താകാരത്തിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തൊഴാൻ പോകുമ്പോൾ അവിടെ ഒരു വിളക്കും ഒന്നും ഇല്ലെങ്കിലോ ഭഗവാനെ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. പക്ഷെ അവിടെ നിറയെ വിളക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ ആ മുറി, സാങ്ക്ടം സാങ്ക്ടോറിയം എന്ന് പറയുന്ന സ്ഥലം മുഴുവൻ പ്രകാശമാനമാവുമ്പോൾ ഭഗവാനെ നമുക്ക് ശരിക്കും കാണാം. ഇപ്പൊ നമ്മുടെ ഹൃദയ ഗുഹ സാധാരണ രീതിയിൽ ലൗകികത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ അവിടെ ഉള്ളൊക്കെ അവിടെ കറുപ്പായിരിക്കും, തമസ്സായിരിക്കും. നമ്മൾ അവിടെ ഒരു പ്രകാശമാനമാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ബഹിർമുഖരായിരുന്നു, അന്തർമുഖത നമുക്ക് വന്നിട്ടില്ല. ഈ ജ്യോതിസ് വരുന്നതോട് കൂടിയിട്ട് ആ മുറി, ആ സാങ്ക്ടം സാങ്ക്ടോറിയം ഓഫ് ദി ബോഡി, ആ ബോഡി അവിടെ പ്രകാശം മാത്രമായി പോകും.
ആ പ്രകാശത്തിലാണ് നമ്മുടെ ആത്മഭാവം ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതെന്താ കാരണം? ഈ 8 എതളുകൾ എന്ന് പറയുന്നത് അഷ്ട ഐശ്വര്യങ്ങള്, അഷ്ട ശ്രീകള്, ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ അഷ്ട മഹിമകള്, അണിമ, ലിഗമ, ഗരിമ, പ്രകാശം, മഹിമ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ളതായിട്ടുള്ള അഷ്ട ഐശ്വര്യങ്ങളും അഷ്ടമഹിമകളും ആയിട്ട് നമുക്ക് കണക്കാക്കാം. അവിടെയാണ്, ആ ഹൃദയത്തിലാണ് ഈ ജ്യോതിസ് വന്നിട്ട് ഇപ്പോൾ അതിയായ പ്രകാശത്തോടുകൂടി ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാശം ഇങ്ങനെ കൂടി വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രകാശം കൊണ്ട് കണ്ണ് കാണാത്ത, അതിനൊക്കെ നോക്കാൻ വയ്യാത്ത അവസ്ഥയിലാവുന്നു. അത്രയ്ക്കും പ്രകാശം. ആ പ്രകാശത്തിൽ നിന്ന് ഇതിൽ കുറച്ചു നേരം നമ്മൾ അതിനെ കണ്ടുകൊണ്ട് ആ പ്രകാശത്തെ അനുഭവിച്ചുകൊണ്ട് ശേഷം നമ്മൾ ആ ജ്യോതിസിലേക്ക് നമ്മുടെ ഇഷ്ടദേവനെ, ഇവിടെയാണ് കുറച്ച് വ്യത്യാസം വരാം. ചിലർ പറയും ഇത് സ്വാമി പഠിപ്പിച്ചു എന്നപ്പോൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് പലർക്കും ഭഗവാൻ ഇതിൽ ചില വ്യതിയാനങ്ങളൊക്കെ പറഞ്ഞതിൽ എനിക്കുണ്ടായൊരു വ്യതിയാനത്താണ് ഞാൻ പറയണത്. ഇത് പറയുമ്പോൾ പലർക്കും വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഭാഗം കൂടി പറയുകയാണ്. ആ ജ്യോതിസിലേക്ക് നമ്മൾ ഭഗവാനെ ആവാഹിച്ചു കൊണ്ടിരുന്നു. മനസ്സുകൊണ്ട് ഭഗവാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എനിക്ക് പറഞ്ഞു തരുമ്പോ ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ഭഗവാൻ വരുന്നതായിട്ട് കാണുക. അവിടെ ആ ജ്യോതിസിൽ തന്നെ അതിഗംഭീരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള സ്വർണം കൊണ്ട് നല്ല കല്ലുകളൊക്കെ, വിശിഷ്ട കല്ലുകളൊക്കെ പതിച്ചിട്ടുള്ള അതിമനോഹരമായൊരു സിംഹാസനം ഉണ്ടാക്കും. ആ സിംഹാസനത്തിലെ ഭഗവാൻ എന്നെ അവിടെ ഉപചാരപൂർവ്വം ഇരുത്തും. എനിക്ക് അവിടേക്ക് ചവിട്ടി കയറാനായിട്ട് രത്നങ്ങളും വൈരങ്ങളൊക്കെ പതിച്ച രത്നഖചിതമായിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഒരു കയറാനുള്ളതായിട്ടുള്ള ഒരു പീഠം വയ്ക്കും. എന്നെ കൈപിടിച്ചുകൊണ്ട് നീ ആ പീഠത്തിലേക്ക്, പീഠത്തിൽ കൂടി ഞാൻ കാല് വെച്ച് കയറുമ്പോൾ എന്നെ സഹായിച്ചുകൊണ്ട് അവിടെ എന്നെ പ്രതിഷ്ഠിക്കൂ. ആ സിംഹാസനത്തിൽ ഞാനിരിക്കും. എന്നെ നല്ലവണ്ണം കണ്ട് ആനന്ദിച്ച ശേഷം എൻ്റെ ശക്തമായ സങ്കല്പങ്ങൾ നിന്നിലേക്ക് പതിപ്പിച്ചുകൊണ്ട് ഞാനിരിക്കുമ്പോൾ നീ എന്നെ എൻ്റെ പാദം പൂജയ്ക്കുള്ള സമ്മതം നീ ചോദിക്കൂ. ഞാൻ പാദപൂജ ചെയ്യട്ടെ സ്വാമി എന്ന് ചോദിക്കും. അതിപ്പോ ഞാൻ സ്വാമി എന്ന് പറയണു. ഗുരുവായൂരപ്പനെ ആരാധിക്കുന്നവർക്ക് ഗുരുവായൂരപ്പൻ, ശ്രീരാമൻ ആരാധിക്കുന്നവർക്ക് ശ്രീരാമനാവാട്ടോ. ഞാൻ ഇപ്പൊ എൻ്റെ ഇഷ്ടദേവ ഭഗവാനായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു. എന്നിട്ട് ഭഗവാനോട് പറയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് സ്വർണത്തിന്റെ തളികകള്, സ്വർണത്തിന്റെ ഒരു പൂജയ്ക്ക് വേണ്ടുന്ന സംഗതികളൊക്കെ, മണി, എല്ലാ സംഗതികളും അവിടെ അങ്ങനെ വരികയാണ്, നമ്മളെ കൺമുമ്പിൽ കാണുക സങ്കല്പത്തിൽ കൂടെ. എന്നിട്ട് നമ്മൾ സ്വാമിയുടെ 2 പാദങ്ങളും സ്വാമിയുടെ നീണ്ട ആ കുപ്പായം ഒന്ന് പിടിച്ചു തരണം സ്വാമി എന്ന് പറയാണ്. ഒന്ന് മുകളിലേക്ക് ആക്കണേ, അല്ലെങ്കിൽ നനഞ്ഞു പോയില്ലേ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ. അത് പറഞ്ഞാൽ സ്വാമി അത് സന്തോഷത്തോടുകൂടി ചെയ്തു തരും. ആ 2 പാദങ്ങളെയും നല്ല ഒരു സ്വർണ്ണ തളികയിൽ വെക്കുക. എന്നിട്ട് ആ മടമ്പിന്റെ പിൻഭാഗത്തിൽ കൂടെ നെയ്യ്, തേന്, പഞ്ചാമൃതം, പാല്, ഗംഗാജലം ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതിങ്ങനെ ഒഴുകി ആ പടത്തിൽ കൂടെ ഒഴുകി വരുന്നത് റിയൽ ആയിട്ട് ചെയ്യുന്ന മാതിരിയിട്ട് കണ്ടിട്ട് ആസ്വദിക്കുക. എല്ലാം കഴിഞ്ഞ് ഗംഗാജലം കൊണ്ട് നല്ല സുഗന്ധമായ വാഗപ്പൊടി കൊണ്ട് ഭഗവാന്റെ 2 പാദങ്ങളെയും ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ശുദ്ധമായ ഒരു തോർത്ത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഒരു തുണി കൊണ്ടോ എല്ലാ ഭഗവാന്റെ കാലൊക്കെ തുടച്ച് വിരലിന്റെ ഇടയിലൊക്കെ ശ്രദ്ധിച്ച് തുടച്ചിട്ട് ആ 2 പാദങ്ങളെയും നെഞ്ഞോടടുപ്പിച്ച് പിടിച്ച് രത്നഖചിതമായിട്ടുള്ള മെതിയടികളെ മുകളിൽ അത് കയറ്റിവെക്കുക. എന്നിട്ട് നമ്മള് ആദ്യം വിഭൂതി കൊണ്ടും പിന്നെ നല്ല അസ്സൽ കളഭം കൊണ്ടും അത് കഴിഞ്ഞ് സിന്ദൂരം കൊണ്ടും മഞ്ഞപ്പൊടി കൊണ്ടൊക്കെ ആ പാദങ്ങൾ അണിയിച്ച ശേഷം വിശുദ്ധങ്ങളായിട്ടുള്ള പുഷ്പങ്ങളെയൊക്കെ മനസ്സിൽ ധ്യാനിച്ച്, സ്വർഗത്തിലുള്ള പുഷ്പങ്ങൾ, നമ്മൾ കാണുന്ന അതിവിശിഷ്ടമായ പുഷ്പങ്ങളെയൊക്കെ ഒന്നിച്ചു വെച്ചിട്ട് അത് ഓരോരോ പുഷ്പങ്ങളെ എടുത്തുകൊണ്ട്
നമ്മൾ അഷ്ടോത്തരം ചെയ്ത് ഭഗവത് പാദങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഭഗവാനെ, എനിക്ക് എൻ്റെ ഭഗവാനല്ലാതെ ആരുമില്ല എൻ്റെ സ്വാമി. എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് അങ്ങ് എന്നെ കൊണ്ടുപോണേ. എൻ്റെ ലൗകികത്തിനോടുള്ള ആസക്തി ഒക്കെ അങ്ങ് ഇല്ലാതാക്കണേ. അങ്ങ് എപ്പോഴും എനിക്ക് താങ്ങായി നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ആരോടും ദേഷ്യം തോന്നരുത് ഭഗവാനെ, എനിക്ക് എല്ലാവരും ഒന്നായിട്ട് കാണാൻ സാധിക്കണേ എന്നൊക്കെയുള്ള നന്മയുടെ, സദാചാരത്തിന്റെ, സാൻമാർഗികതയുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ട് അഷ്ടോത്തരം ഈ ഓരോ പുഷ്പങ്ങൾ ഇട്ടിട്ട് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന് നേദ്യം കൊടുക്കാം. ഇഷ്ടപ്പെട്ടിട്ടുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടും ഭഗവാൻ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നതായ ഒക്കെ നമ്മൾ ചമയ്ക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട്, സങ്കല്പിച്ചുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് ഭക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക. ഭഗവാൻ സന്തോഷത്തോട് സ്വീകരിക്കും. സൂക്ഷ്മസായി നമ്മൾ കൊടുക്കുന്ന ഒക്കെ സ്വീകരിക്കും. സ്ഥൂലസായി ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സദ്യവട്ടങ്ങളും നമ്മൾ കൊടുക്കുന്ന പായസമൊക്കെ ഒന്ന് തൊട്ടു നോക്കുകയുള്ളൂ. സൂക്ഷ്മസായി, കാരണസായി ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ എല്ലാം സ്വീകരിക്കും. എന്നിട്ട് ഭഗവാന്റെ മുഖമൊക്കെ ഒരു തുണി കൊണ്ട് തുടയ്ക്കുന്നതായിട്ടും കയ്യ് വെള്ളത്തിലിട്ടിട്ട് ശുദ്ധീകരിക്കുന്നു, തുടച്ചു കൊടുക്കുന്നതായിട്ട് മനസ്സിൽ കാണാം. ഒരു റിയൽ ആയി ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യും ഭഗവാന്റെ ഫിസിക്കൽ ഫോമില്, അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ, ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ട് ചെയ്യാം. പൂർണ്ണമായിട്ടുള്ള സിൻസിയറിറ്റിയോട് കൂടിയിട്ട്, പൂർണ്ണമായ നിരതിശയമായ ഭക്തിയോട് കൂടിയിട്ട് ചെയ്യുമ്പോൾ അത് റിയലായിട്ട് തോന്നും. അവിടെ ഭഗവാൻ ശരിക്കും നമ്മൾ നോക്കുന്നതായിട്ട് കാണും. ചിലപ്പോൾ ഭാഗ്യസ്ഥലത്ത് നമ്മളോട് സംവാദം ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ശേഷം ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പോയിരുന്ന് അടുത്തിരുന്ന് ഭഗവാന്റെ കൈയൊക്കെ, ദിവ്യഹസ്തമൊക്കെ പിടിച്ച് നമ്മൾക്കൊക്കെ പലതും പറയാനുണ്ടാവില്ലേ? നമുക്കൊക്കെ ഒരുപാട് ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഇല്ലേ? ആരോടാ പറയാ? ഭഗവാനോട് പറയാം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എനിക്ക് അനുഭവം ഉണ്ടാക്കുമ്പോൾ ഭഗവാൻ എന്നോട് പറഞ്ഞത്, നീ നിന്റെ സ്വന്തം കാര്യങ്ങൾ പറയുന്നത് ആവണ്ടെന്നൊക്കെ പല ആചാര്യന്മാരും പറയും. പക്ഷേ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ അതിനേക്കാളും അധികം നീ എന്നെ സ്നേഹിക്കുമ്പോൾ നിനക്ക് എന്നോട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ആദ്യം തന്നെ നീ പറയണം, എനിക്ക് ദുഃഖവും കഷ്ടവും ദുരിതവും ഒക്കെ വരുന്ന ഒന്നും തന്നെ ഈ ലോകത്തിലെ ഒരു ജീവിക്കും ഉണ്ടാവരുത് ഭഗവാനെ. എനിക്ക് സുഖവും സന്തോഷവും സമാധാനം തരുന്ന എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കണോ അതൊക്കെ ഈ ലോകത്തിലുള്ള എല്ലാ ജീവികൾക്കും കിട്ടണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി, സമസ്ത ലോക സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയിൽ കൂടെ നീ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് വേണം നിന്റേതായ കാര്യങ്ങൾ എന്നോട് പറയാൻ. അപ്പൊ നീ ആലോചിക്കണം, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരും. പക്ഷെ നിന്റെ കർമ്മഫലത്തിനനുസരിച്ച് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാരബ്ധ കർമ്മങ്ങൾ, അതിന്റെ തീവ്രത ഞാൻ കുറയ്ക്കുമായിരിക്കാം. പക്ഷെ അത് നീ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ഇനിയും ജന്മങ്ങൾ ജനിക്കേണ്ടി വരും. അതുകൊണ്ട് നിന്നെ അതിന് പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് എന്നോട് നീ പ്രാർത്ഥിക്കണം. അതെല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകാനായിട്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ നിന്നെ സഹായിക്കും എന്ന രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഭഗവാനോട് പറയുക. വേണമെങ്കിൽ നമുക്ക് അവിടെ ആ സ്വരൂപത്തിന് വേണമെങ്കിൽ നമുക്ക് ആരതി കാണിക്കാം. എന്നിട്ട് ഭഗവാനോട് പറയാം, ഭഗവാനെ എപ്പോഴും ഇപ്പൊ അങ്ങ് എന്നിൽ നിന്ന് കാരണഭാവത്തിലേക്ക് മാറിക്കോളൂ. പക്ഷേ ആ കാരണഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി ഞാൻ എപ്പോഴെങ്കിലും അങ്ങയെ സ്ഥൂലഭാവത്തിലും സൂക്ഷ്മഭാവത്തിലും കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങന്റെ ഈ ഹൃദയ ഗുഹയില് അപ്പൊ പ്രകാശിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഭഗവാൻ പെട്ടെന്ന് നമ്മൾ ആ സ്വരൂപം മറയ്ക്കുന്നു. ഇപ്പൊ നമ്മുടെ ജ്യോതിസ് അതിപരിപാവനമായി, ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് പരിപൂരിതമായിട്ടുള്ള ആ ജ്യോതിസ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഈ ജ്യോതിസ് ഈ ധ്യാന പ്രക്രിയയിൽ മുഴുവൻ സമയം അവിടെ നിൽക്കും, അതിന് മാറ്റമില്ല. ഈ ജ്യോതിസിൽ നിന്ന് ചെറിയ ജ്യോതിസുകൾ ഉയർന്നു പൊങ്ങും. 2 ചെറിയ ജ്യോതിസ് ഉയർന്നു പൊങ്ങി 2 നേത്രേന്ദ്രിയങ്ങളിലും ചെന്നിരുന്നിട്ട് അവിടെ പ്രകാശിക്കാൻ തുടങ്ങി. ഞാൻ ഇനി ഈ നേത്രേന്ദ്രിയങ്ങളെ കൊണ്ട് ആത്മീയതയ്ക്ക് എതിരായിട്ടുള്ള ഒന്നും തന്നെ കാണില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്യാം. പിന്നെ 2 ജ്യോതിസുകളും എല്ലാം ഉയർന്ന്, ഒന്ന് ഈ ഈ ശ്രോത്രേന്ദ്രിയത്തിലും ഒന്ന് ഈ ശ്രോത്രേന്ദ്രിയത്തിലും അവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു.
ഞാൻ ഇനി ആധ്യാത്മികതയ്ക്ക് നിരക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുള്ളൂ, കേൾക്കുള്ളൂ. പിന്നെ 2 ജ്യോതിഷുകൾ ഉയർന്നിട്ട് ഈ 2 ഘ്രാണേന്ദ്രിയങ്ങളിലും പ്രകാശിക്കുന്നു. ഞാൻ നല്ല സുഗന്ധമുള്ള നീചമല്ലാത്തതായിട്ടുള്ള ഗന്ധങ്ങളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മാംസാഹാരങ്ങൾ, അതിൻ്റെ വാസനകൾ ഒന്നിനും ആകർഷിതമാവില്ല. ഞാൻ ആധ്യാത്മികമായിട്ടുള്ള സുഗന്ധങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുള്ളൂ എന്ന ആ ഒരു ഭാവന ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ രസനേന്ദ്രിയം. സംസാരിച്ചൊക്കെ തയ്യാറാക്കും നമ്മൾ, കണ്ടമാനം തോന്നിയ മാതിരി ഭക്ഷണം കഴിക്കും. ഇതെല്ലാം ആധ്യാത്മിക തടസ്സമാണല്ലോ. ദേഷ്യം വരുന്നതും ദേഷ്യത്തെ പ്രകടിപ്പിക്കുന്നതും അസൂയയും പരദൂഷണവും ഒക്കെ മോശമായ കാര്യങ്ങളല്ലേ. അങ്ങനത്തെ ഒന്നും എനിക്കിനി ഉണ്ടാവില്ല. ഞാൻ ഭഗവാന്റെ പരിപൂരിതമായിട്ടുള്ള ജ്യോതിസിനെയാണ് വെച്ചിട്ടുള്ളത്. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ ഞാൻ മോശമായതൊന്നും ചെയ്യാൻ പാടില്ല എന്ന ഭാവന വരിക. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ക്രമം നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ ഘ്രാണേന്ദ്രിയത്തിന് ഒന്നിൽ കൊണ്ടുപോകാം, പിന്നെ അത് കൊണ്ടുവന്നിട്ട് രസനേന്ദ്രിയത്തിൽ കൊണ്ടുവരാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിനി അവസാനം ഒന്ന് പറയും. ആ അവസാനം പറയുന്നത് അവസാനം തന്നെ പാടുള്ളൂ, അതിനാദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഒരു ഘട്ടം പറഞ്ഞു. ഇനി ഒരു ജ്യോതിസ് ഇങ്ങനെ ഉയർന്നിട്ട് ഈ ഷോൾഡറിൽ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ പ്രകാശിപ്പിച്ച് എൻ്റെ ഈ കൈയിന്റെ പടത്തിൽ വന്നിട്ട് അവിടെ കൈ കൂമ്പിൽ വന്നിട്ട് അവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുക. അതിയായ പ്രകാശം. വേറൊന്നിങ്ങനെ വന്ന് ഈ ഷോൾഡറിൽ കൂടെ വന്ന് ഇവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുക, ഇവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുക. പ്രകാശം കൂടിക്കൂടി വരികയാണ് എല്ലാ ഭാഗത്തും. അപ്പൊ ഒരു ജ്യോതിസ് ഇങ്ങനെ മെല്ലെ വന്ന് ഈ പൊക്കിളിന്റെ അവിടെ നിന്ന് എൻ്റെ തൊടയിൽ കൂടെ പോയി എൻ്റെ കാലിന്റെ പടത്തിൽ നിന്ന് പ്രകാശിക്കുന്നു. വേറൊന്നിങ്ങനെ വന്ന് ഈ ഇടത്തെ കാലിന്റെ കൂടെ പോയി ആ പടത്തിൽ പ്രകാശിക്കുന്നു. ഇപ്പൊ എൻ്റെ ദേഹം മുഴുവൻ പ്രകാശമാണ്. തെല്ലുപോലും പ്രകാശമില്ലാത്ത തമസിലിരുന്നതായ എൻ്റെ ശരീരത്തിന്റെ ഉൾഭാഗം മുഴുവനും അതീവ സാത്വികമായിട്ടുള്ള ആ സൂര്യപ്രകാശം പോലെയുള്ള പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈശ്വരീയമായ ഒരു പ്രകാശമാണത്. അവസാനമായിട്ടുള്ളത് ഈ ജ്യോതിസിൽ നിന്ന് ഒരു ചെറിയ ജ്യോതിസ് ഉയർന്നിട്ട് നമ്മുടെ തലയുടെ ചുറ്റും ഒരു ചുറ്റിയിട്ട് ഒരു തൊപ്പി പോലെ ആ പ്രകാശം വന്ന് ഈ പ്രകാശം ഇവിടെ ബ്രഹ്മരന്ധ്രത്തിൽ വന്നിട്ട് ആ ജ്യോതിസ് അവിടെ പ്രകാശിക്കട്ടെ. ഇപ്പൊ ദേഹം മുഴുവൻ, ഞാൻ മുഴുവൻ പ്രകാശമാനമായി. പ്രകാശമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. എന്നിൽ ആദ്യം പ്രകാശം ഉണ്ടായിരുന്നില്ല, ഇപ്പോ ഞാൻ വെറും പ്രകാശം മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് എന്ന ചിന്തയിൽ കുറച്ചു നേരം ഇരുന്ന ശേഷം നമ്മുടെ ഉള്ളിലുള്ള ആ പ്രധാനപ്പെട്ട ഹൃദയത്തിലെ ജ്യോതിസിൽ നിന്ന് ചെറിയ ജ്യോതിസുകൾ ഉയർന്നിട്ട് അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ ഹൃദയത്തിലേക്ക്, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ ബന്ധുക്കള്, മക്കള്, എല്ലാവരും നമ്മുടെ മനസ്സിൽ തോന്നി വരുന്നതായ നമ്മുടെ അടുത്ത ബന്ധുക്കളിലൊക്കെ ഓരോ ജ്യോതിസ് പ്രതിഷ്ഠിക്കട്ടെ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചെടികള്, നമുക്ക് നായ വളർത്തുന്നുണ്ടെങ്കിൽ ഒരു നായ അല്ലെങ്കിൽ പശു, അവയുടെ ഒക്കെ മധ്യത്തിൽ പോയിട്ട് ഓരോ ജ്യോതിസ് ഉയർന്നു പൊങ്ങിയിട്ട് അവിടെ പ്രകാശിക്കട്ടെ. വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വൃക്ഷങ്ങളുടെ നടുവില് ഒരു ജ്യോതിസ് അവിടെ പോയി പ്രകാശിക്കട്ടെ. ഇപ്പൊ നമുക്കിനി മനസ്സിലൊന്നും ഓർമ്മ വരുന്നില്ല. നമ്മളെ അയൽക്കാരുടെ ഓർമ്മ വന്നു, നമ്മളെ ഫ്രണ്ട്സിനെ കുറെ ആൾക്കാരെയൊക്കെ ഓർമ്മ വന്നു, അവരിലൊക്കെ ഓരോ ജ്യോതിസ് പ്രകാശിപ്പിച്ചു. ഇനി നമുക്ക് അങ്ങനെയില്ല. അപ്പൊ നമ്മള് സാമാന്യമായിട്ട് എൻ്റെ നാട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളിലേക്കും ഓരോ ജ്യോതിസ് പറഞ്ഞു വരട്ടെ. അവിടെ നിന്ന് ഉയർന്ന് എല്ലാ ജില്ലകളിൽ കൂടിയും ഒക്കെ പോയി എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളിൽ കൂടിയും ജീവികളിൽ കൂടിയും ചരാചരങ്ങളിൽ കൂടിയും പോയി അവസാനം ഈ ഭൂഖണ്ഡമാകെ എന്നിൽ നിന്ന് ഉയർന്ന പ്രകാശം എല്ലാറ്റിലേക്കും പ്രവഹിക്കട്ടെ, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കട്ടെ. അവിടെ നിന്ന് അണ്ടകടാഹം മുഴുവൻ 7 ലോകം മുകളിലും 7 ലോകം താഴെയും അവിടെയുള്ള സർവ്വചരാചരങ്ങളിലേക്കും എന്നിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ടുള്ളതായ പവിത്രമായ പ്രേമത്തിന്റെ ഈശ്വരീയമായിട്ടുള്ള മഹാശക്തിയായിട്ടുള്ള
ഐക്യത്തിന്റെ, ഏകതയുടെ, അദ്വൈതമായിട്ടുള്ള ആ പ്രകാശം പ്രസരിക്കട്ടെ, പ്രസരിക്കട്ടെ, മുഴുവൻ സ്ഥലങ്ങളിലേക്ക് അത് പ്രസരിക്കട്ടെ. അത് മാത്രമാവട്ടെ, അതല്ലാതെ ഒന്നുമില്ല, ഒരു വേർതിരിവുമില്ല. ഈ പ്രകാശം സത്യമാകുന്നു, ഈ പ്രകാശം ഈശ്വരനാകുന്നു, ഈ പ്രകാശം പ്രേമമാകുന്നു, ഞാൻ പ്രേമമാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു, ഞാൻ പ്രകാശമാകുന്നു എന്ന അതിതീവ്രമായിട്ടുള്ള തോന്നലോടുകൂടി, സങ്കല്പത്തോടുകൂടി അനങ്ങാതെ ഏകാഗ്രമായിട്ടിരിക്കുക കുറച്ചു നേരം. അവിടെ എത്തുമ്പോ അതിന്റെ അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭൂതിയായിരിക്കും. ആ അനുഭൂതിയിലിരുന്ന് മതിയാവോളം ഇരുന്ന ശേഷം നമ്മൾ ധ്യാനത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഈ രണ്ട് കൈകളും ഇങ്ങനെ കൂപ്പിയിട്ട് ഇതിനെ അതിന്റെ ആ രണ്ട് കൈകളിലേക്ക് നമ്മൾ ഗായത്രി ജപിക്കുക. ഓം ഭൂർഭുവസ്വതത്സവിതുർവരേണ്യം ഭർഗോ ദേവസതിമഹി എന്ന് ജപിച്ചിട്ട് കണ്ണും മൂക്കും ദേഹമൊക്കെ ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് തുടച്ചിട്ട് കുറച്ചു നേരം കൂടി അനങ്ങാതിരുന്ന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാതെ അതവിടെ അങ്ങനെ അലിഞ്ഞു ചേരട്ടെ, മെല്ലെ എഴുന്നേൽക്കുക. ഇങ്ങനെയാണ് ജ്യോതിർധ്യാനത്തിന്റെ തിയറി. ഇനി ഞാൻ ജ്യോതിർധ്യാനം ഇങ്ങനെ സിങ്ക്രണൈസ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കാം. ചെയ്യാൻ അറിയുന്നവർ കുറെ ഉണ്ടാവും ഈ ഗ്രൂപ്പിൽ, കുറെ കാലങ്ങളായി തുടങ്ങിയതാണ്, ഉണ്ടാവും. അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന മാതിരത്തെ സംഗതി ഞാനിപ്പോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇരിക്കുക. ഇരുന്നിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ചിന്മുദ്രയോ അല്ലെങ്കിൽ കൈ മലർത്തി വെച്ചിട്ടുള്ള ആ രീതിയിൽ സുഖാസനത്തിലോ പത്മാസനത്തിലോ വജ്രാസനത്തിലോ ഇരുന്നോളൂ. നിലത്ത് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നിലത്ത് നിങ്ങൾക്ക് ഒരു കുഷീനൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്ന് വരാം. പക്ഷെ ഇന്നിപ്പോ അതൊന്നും ആവശ്യമില്ല, അങ്ങനെയാണ് ഇരിക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റതായിട്ട് ഭാവിക്കുക, പല്ലൊക്കെ തേച്ചിട്ട് ഉറക്കൊക്കെ പോയി നമ്മൾ ധ്യാനത്തിന് ഇരിക്കേണ്ട നല്ല വസ്ത്രം എടുത്തിരിക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇരിപ്പിടം 2.5 ഇഞ്ച് കൂടാൻ പാടില്ല, അതിലിരിക്കുക. വടക്കോ കിഴക്കോ ഏതാ നിശ്ചയിക്കേണ്ട വെച്ചാൽ നിശ്ചയിക്കുക. അതിരുന്ന ശേഷം ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അവിടെ നല്ല നല്ല ചിന്തകളോട് കൂടിയിട്ട്, വിദ്യാത്മകമായ ചിന്തകളോട് കൂടി ഇരിക്കുക. പറഞ്ഞ മാതിരി കയ്യ് ചിന്മുദ്ര അഴിക്കുന്നവർ വളരെ സൂക്ഷിക്കണം, മടങ്ങാൻ പാടില്ല. അവര് ചിന്മുദ്രയില് മറ്റൊരു കൈ മേലെ മേലെ മടക്കി വെച്ചുകൊണ്ടുള്ള പരമഹംസരൊക്കെ ഇരിക്കുന്ന മാതിരി ഇരിക്കുക. ഭൂമധ്യത്തിലേക്ക് ദൃഷ്ടി വെക്കുക. സമകായ ശിരോഗ്രീവാൻ, അതിന് ഒരിക്കലും ഇളക്കം വരരുത്, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇതിപ്പോ നമ്മൾ എപ്പോഴാ ചെയ്യുക? ഓങ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ചെയ്യുക. അപ്പൊ ഓങ്കാരത്തിന് ഇരിക്കുമ്പോഴും ഈ രീതിയൊക്കെ ആയിട്ട് ഇനിയാണ് നമ്മൾ ഇരിക്കുക. ഓങ്കാരം ചെയ്യുമ്പോഴും ഇതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഓങ്കാരം ചെയ്ത് കഴിയുമ്പോഴേക്ക് ധ്യാനത്തിനുള്ള നല്ലൊരു പക്വത വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇരുന്ന ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ണുകൾ അടച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കണ്ണു തുറന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം സോഹം ചെല്ലുക. നേരത്തെ പറഞ്ഞ മാതിരി ഉള്ളിലേക്ക് വലിക്കുമ്പോൾ സോ, പുറത്തേക്ക് ഹം. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞു. ഇപ്പോ നമ്മൾ ഉള്ളിലേക്ക്, ഞാൻ സോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചാൽ മതി, ശബ്ദം ഉണ്ടാവരുത്. സോ അങ്ങനെ കുറച്ച് ചെയ്യും. കുറച്ച് ചെയ്യുമ്പോൾ ആ ശ്വാസത്തിന്റെ ധൃതിയൊക്കെ പോവും. ശ്വാസം വളരെ നാച്ചുറലാവും, സുഖമായൊരവസ്ഥയിൽ വരും. ശ്വസിക്കുന്നുണ്ടെന്ന് പോലും ഇല്ലാത്തൊരവസ്ഥയാവും. ആ അവസ്ഥയിൽ നിന്ന് മെല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓട്ടോ സജഷൻസ്, ഇടത്തെ കാലിലെ പെരുവിരൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മസിലുകൾ, നമ്മുടെ കാഫ് മസിൽസ്, നമ്മളുടെ തൊടയിലെ മസിൽസ്, മുട്ട്, അങ്ങനെ ബാക്ക് സൈഡ്,
പിന്നെ വലത്തെ കാലിൽ നിന്ന് ഓരോ മസിൽസ്, ബാക്ക് സൈഡ്, ഷോൾഡർ, രണ്ട് കൈകളിലെ മസിൽസുകൾ, നമ്മളെ കവിളിലെ മസില്, നെറ്റിയിലെ മസില്, നമ്മുടെ സ്കാൾപ്പിലെ തലയോട്ടിലെ മസിൽസ് എല്ലാം ചെയ്താൽ മതി. അങ്ങനെയുള്ള മസിൽസുകളെ ഉള്ളിൽ കണ്ടിട്ട് സജഷൻസ് കൊടുക്കൂ. എൻ്റെ ഈ പേശി ദുർബലമായി ശക്തിയൊക്കെ പോയി, വളരെ അയഞ്ഞു കിടക്കുന്നു, നല്ലവണ്ണം അയഞ്ഞിരിക്കുന്നു, ദൃഢതയൊക്കെ പോയി. ഓരോ പേശികളിലേക്കും ഈ ഒരു കമാൻഡ് കൊടുക്കൂ. പേശികളൊക്കെ അയഞ്ഞു വരട്ടെ. ഞാനിപ്പോ ഒരു പഞ്ഞിക്കെട്ട് പോലെ ഭാരമില്ലാത്ത അവസ്ഥയിലാണ്. ഒരു ഭാരവുമില്ല. കാറ്റിൽ പറന്നു പോകുന്ന മാതിരി ദുർബലത. നട്ടല് താഴാൻ പാടില്ല. നട്ടല് സ്ട്രെയിറ്റ്. ചിന്മുദ്രയിലെ 3 വിരലുകള് ശരിയായി മാറി നിൽക്കണം. ദേഹത്തിനുള്ളിലുള്ള പ്രധാന അവയവങ്ങൾക്കൊക്കെ മനസ്സുകൊണ്ട് ഒരു തടവ് കൊടുക്കും. നന്നായിട്ട് പ്രവർത്തിക്കട്ടെ, ആരോഗ്യപരമായി പ്രവർത്തിക്കട്ടെ. ഹൃദയവും മസ്തിഷ്കവും ലങ്സും ലിവറും കിഡ്നികളും ഇൻറ്റസ്റ്റൈനും ബോസ്ട്രേറ്റും എല്ലാം മനസ്സിൽ കണ്ടോളൂ. സ്പിരിച്വൽ മസാജ്. ഇനി കണ്ണ് തുറന്ന് നേരത്തെ പറഞ്ഞ മുമ്പിൽ കത്തിച്ചു വെച്ചിട്ടുള്ളതായ ആ ജ്യോതിസിലേക്ക് 12 സെക്കൻഡ് മുഴുവൻ ശ്രദ്ധയോടും ഏകാഗ്രമായിട്ട് അത് നോക്കൂ. കണ്ണടയ്ക്കൂ. ആ ജ്യോതിപ്രകാശം നമ്മുടെ ഭൂമധ്യത്തില് തിളങ്ങി നിൽക്കുന്നതായിട്ട് വിഭാവനം ചെയ്യൂ. ആ പ്രകാശം, ദിവ്യപ്രകാശം കൂടി വരുന്നു. എന്റെ മസ്തിഷ്കത്തെ മുഴുവൻ പ്രകാശമാനമാക്കിയിരിക്കുന്നു. അത് മെല്ലെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. അതെന്റെ ഇന്ദ്രിയങ്ങളെ, എൻ്റെ ഘ്രാണേന്ദ്രിയത്തിനെ, എൻ്റെ നേത്രേന്ദ്രിയത്തിനെ, എൻ്റെ ശ്രോത്രേന്ദ്രിയങ്ങളെ, എൻ്റെ രസനേന്ദ്രിയത്തിനെയൊക്കെ പ്രകാശമാക്കി വിശുദ്ധമാക്കിയിട്ട് പിന്നെയും താഴത്തേക്ക് സാവധാനത്തില് വരുന്ന വഴികളൊക്കെയും പ്രകാശമാനമാക്കി ഇറങ്ങി വരുന്നു. അതിനെ സ്വീകരിക്കാനായി എൻ്റെ ഹൃദയ ഗുഹ, അത് നടുവിലാണ്. ഫിസിക്കൽ ഹാർട്ടാണ് ഇടത്ത് ഭാഗത്ത്, സ്പിരിച്വൽ ഹാർട്ട് നടുവിലാണ്. നമ്മുടെ പൊക്കിളിന്റെ അവിടുന്ന് ഈ വിരലിന്റെ തള്ളവിരലിന്റെ അറ്റത്ത് നിന്ന് ആദ്യത്തെ ആ മടക്ക് വരെയുള്ള സ്ഥലത്ത് നിന്ന് 12 എണ്ണം എണ്ണിയാൽ വരുന്നതായ സ്ഥാനത്താണ് നമ്മുടെ സ്പിരിച്വൽ ഹാർട്ട് ഉണ്ടാവുക. ആ സ്പിരിച്വൽ ഏകദേശം നടുവില്. ആ സ്പിരിച്വൽ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ആ ഹാർട്ട് കൂമ്പി നിൽക്കുകയാണ്. ഒരു വെള്ളത്താമര മുട്ട് വിരിയാതെ എങ്ങനെ നിൽക്കണു അതുപോലെയാണ് ഇപ്പൊ എൻ്റെ ഹാർട്ട്. അതൊരിക്കലും വിടർന്നിട്ടില്ല. ഇത് ഇറങ്ങി വരുന്ന കണ്ടപ്പോ എൻ്റെ ആ ഹൃദയമാവുന്ന താമര, അതിന് 8 എതളാണ്. ആ 8 എതളുകള് അതിബൃഹത്തായിട്ട് തുറന്നിരിക്കുന്നു. ഈ ലോകത്തിൽ എന്തിനേയും സ്വീകരിക്കാവുന്നതായ സാർവജനീനമായ ഭാവത്തോടു കൂടി തുറന്നിരിക്കുന്നു. ഈ 8 ഇലകള് ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളാണ്, അഷ്ടസിദ്ധികളുടെ പ്രതീകങ്ങളാണ്. അത് ഇതുവരെ കൂമ്പി നിന്നായിരുന്നു, ഇപ്പൊ അതെല്ലാം തുറന്നിരിക്കുന്നു. അതിന്റെ കേസരത്തിൽ വന്നിട്ട്
അതിചൈതന്യമായ പ്രകാശം അവിടെ പ്രതിഷ്ഠിതമാവുന്നു. ഇനി അത് അവിടെ സ്ഥിരമായിട്ട് നിൽക്കട്ടെ. ഇപ്പൊ എൻ്റെ ഹൃദയ ഗുഹ പ്രകാശിച്ച് പ്രകാശിച്ച് പ്രകാശം മാത്രമായിരിക്കുന്നു. മുഴുവൻ തമസും മുഴുവൻ ഇരുട്ടും പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. വെറും പ്രകാശം മാത്രം, അതിയായ പ്രകാശം. ആ ജ്യോതിസിലേക്ക് ഭഗവാനെ ആനയിക്കൂ. ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര് ഗുരുവായൂരപ്പനെ ആനയിച്ചോളൂ. അതിസുന്ദരമായിട്ട് ഭഗവാൻ വരുന്നു. കൈ പിടിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ സ്വർണ സിംഹാസനത്തില് പല പല വിശുദ്ധ കല്ലുകളൊക്കെ പതിച്ച അതിസുന്ദരമായിട്ടുള്ള സിംഹാസനത്തിലേക്ക് എടുത്തു കയറാനായിട്ടുള്ള ചവിട്ടുപടി ഗംഭീരമായ സ്വർണത്തിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളതായ രത്നഖചിതമായിട്ടുള്ള ആ ചവിട്ടുപടി ചവിട്ടിക്കൊണ്ട് ഭഗവാൻ സുസ്മേരവദനായിട്ട് ആ സിംഹാസനത്തിലിരിക്കുന്നു. ഭഗവാനെ കണ്ട് മതിയാവോളം കാണും. ചിരിക്കുന്ന ഭഗവാനെ, എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഏറ്റവും 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 എൻ്റെ മാത്രമായിട്ടുള്ള ഭഗവാനേ എന്ന് പ്രാർത്ഥിച്ചു. നമസ്കരിച്ചിട്ട് ഭഗവാനോട് പാദപൂജയ്ക്ക് സമ്മതം ചോദിക്കും. ഭഗവാന്റെ ആ അങ്കി കുറച്ച് ഉയർത്താൻ പറയും. ഭഗവാൻ ചിരിച്ചുകൊണ്ട് അതൊക്കെ ചെയ്യും. മുന്നില് ഒരുപാട് വിശുദ്ധങ്ങളായിട്ടുള്ള പാത്രങ്ങൾ നിറയട്ടെ, പൂജാ സാധനങ്ങൾ നിറയട്ടെ. ഭഗവാൻ പാദങ്ങളെ നെഞ്ഞോട് ചേർത്ത് എടുത്ത് ഒരു സ്വർണ തളികയിലേക്ക് വെക്കൂ. ഭഗവാന്റെ മടമ്പുകളിൽ കൂടെ ഓരോരോ ദ്രവ്യങ്ങള് ഒഴിക്കാനാണ് ഇനി പോണത്. അതിൽ പാല്, തേന്, അങ്ങനെ ഓരോന്നായിട്ട് മടമ്പിൽ കൂടെ താഴത്തേക്ക് പാദത്തിൽ കൂടെ ഒഴുകട്ടെ. നെയ്യ്, തേന്, പഞ്ചാമൃതം, പാല്, പനിനീര് ഒക്കെ ഒഴിച്ചോളൂ. കുറെ മെല്ലെ മെല്ലെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ മുഖാരബിന്ദത്തിലേക്ക് നോക്കിക്കൊണ്ട് അവസാനം ഗംഗാജലം ഒഴിച്ചിട്ട് നല്ല സുഗന്ധമുള്ള വാഗപ്പൊടി കൊണ്ട് ഭഗവാന്റെ പാദത്തെ ഭംഗിയായിട്ട് കഴുകൂ. ധാരാളം വെള്ളം ഒഴിച്ച് ഭഗവാന്റെ ആ പാദത്തിന്റെ ഇടയിലൊക്കെ ഉള്ള എല്ലാ മാലിന്യങ്ങളെ ഒക്കെ മാറ്റാം. എല്ലാം കഴുകിയ ശേഷം ശുദ്ധമായ ഒരു തോർത്തിലേക്കോ നല്ലൊരു തുണിയിലേക്കോ പാദം വെച്ച് വൃത്തിയായി തുടയ്ക്കുക. രണ്ട് പാദങ്ങളെയും ചേർത്തി രത്നഖചിതമായ മെതിയടികളിലേക്ക് അവയെ നല്ല ബഹുമാനത്തോടു കൂടി വയ്ക്കുക. ഇനി ആ പാദങ്ങളെ അണിയിപ്പിക്കുക. വിഭൂതി കൊണ്ട്, അതിസുഗന്ധമുള്ള കളഭം കൊണ്ട്, അതിന് മുകളിലെ കുങ്കുമം ചാർത്തി, പിന്നെ മഞ്ഞപ്പൊടി ചാർത്തി, വിശുദ്ധമായ പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്ത് അഷ്ടോത്തരം വിശുദ്ധമായ പുഷ്പങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓരോ നാമങ്ങളും ഈ ജീവാത്മാവ് പരമാത്മാവിലേക്കാണ് എന്ന രീതിയിൽ മുഴുവനുമായിട്ടും അനന്യശ്ചിന്തയന്തോ മാം യേ ജനം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന് ആരാധന പൂജിക്കുക, അർച്ചന ചെയ്യുക. ഭഗവാൻ അതീവ സംതൃപ്തനാണ്. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനും എൻ്റെ ഭഗവാനും മാത്രം. വല്ലാത്തൊരനുഭവം. നമസ്കരിച്ചിട്ട് ഭഗവാന് വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങൾ നിവേദ്യമായിട്ട് സമർപ്പിക്കൂ. ഒരു സ്വർണ മേശ മനസ്സിൽ നിരൂപിച്ച് ആ മേശയുടെ മുകളിൽ നമ്മൾ മനസ്സുകൊണ്ട് ചമയിച്ചതായിട്ടുള്ള
വിശിഷ്ട പൂജ്യങ്ങൾ ഭഗവാനെ കൊടുക്കൂ, ഭഗവാനെ കഴിക്കാൻ നിർബന്ധിക്കൂ. സൂക്ഷ്മസായി മുഴുവനായിട്ടും ഭക്ഷിക്കും. സ്ഥൂലസായി മാത്രം ഓരോന്ന് തൊട്ടു നോക്കുള്ളൂ. ഭഗവാൻ ഇപ്പൊ സൂക്ഷ്മസായിയുടെ ഭാവത്തിലാണ് നമ്മുടെ ഉള്ളിൽ. ഭക്തിയോടുകൂടിയുള്ള ഭക്തന്റെ എന്തും ഭഗവാൻ സ്വീകരിക്കും. ഇനി ഭഗവാന്റെ കൈയും മുഖമൊക്കെ വൃത്തിയാക്കി കൊടുക്കും. ഭഗവാന്റെ അടുത്ത് ചെന്നിരുന്ന് ഭഗവാന്റെ ആ ദിവ്യഹസ്തം മാറോട് ചേർത്തിയിട്ട്, സ്വാമി ലോകം മുഴുവൻ എല്ലാവർക്കും സുഖവും ശാന്തി സമാധാനം ഉണ്ടാവണേ, സമസ്ത ലോകാൻ സുഖിനോ ഭവന്തു. എനിക്ക് ദുഃഖകരവും കഷ്ടവുമായിട്ടുള്ള ഒന്നും ആർക്കും വരരുതേ ഭഗവാനെ. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒക്കെ സുഖസൗകര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കണം ഭഗവാനെ. എന്റെ മോശത്തരങ്ങളൊക്കെ ഇല്ലാതാക്കണം ഭഗവാനെ, ദോഷങ്ങൾ ഇല്ലാതാക്കണം ഭഗവാനെ. എന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഭക്തനാക്കി മാറ്റണേ. ആ ദിവ്യഹസ്തത്തെ നമ്മുടെ നെറ്റിയിൽ ചേർത്തി വെക്കുക. ഭഗവാൻ അനുഗ്രഹിക്കും. ഇനി നമ്മളൊക്കെ ഒരുപാട് സ്വകാര്യമായിട്ടുള്ള നമ്മുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പറഞ്ഞോളൂ, ഒട്ടും മടിക്കാതെ പറഞ്ഞോളൂ ഭഗവാനോട്. പ്രാരബ്ധവശാൽ നമ്മൾ അനുഭവിക്കേണ്ടതായതൊക്കെ അനുഭവിക്കണം. എന്നിരുന്നാലും ഭഗവാന്റെ സാന്നിധ്യത്തില് അതൊക്കെ മല പോലെ വന്നത് മഞ്ഞുപോലെ പോവും. അങ്ങനെ ആവണേ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? നിരതിശയമായ ഭക്തി, തൈലധാര പോലത്തെ ഭക്തി, മുറിയാത്ത ഭക്തി. ഭഗവാനല്ലാതെ മറ്റൊന്നിലേക്കും ഇല്ലാത്ത ഭാവമാണ്. അപ്പോൾ ആ പ്രാരബ്ധങ്ങളും ചിലപ്പോൾ നശിച്ചു വരും. നല്ലോണം പ്രാർത്ഥിച്ച ശേഷം ഭഗവാനെ നമസ്കരിച്ചിട്ട്, ഭഗവാനെ ഇനി എൻ്റെ ഉള്ളിൽ അങ്ങ് സൂക്ഷ്മ കാരണഭാവത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണേ. ഞാൻ എപ്പോ കാണണമെന്ന് വിചാരിച്ചാലും അങ്ങ് അവിടെ പ്രത്യക്ഷമാവണേ എന്ന് പറഞ്ഞ് ആരതി കാണിക്കണമെങ്കിൽ ആരതി കാണിക്കാം. ആരതി കാണിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ സ്വരൂപം, സ്ഥൂല സ്വരൂപമായുള്ള അത് നമ്മളിൽ നിന്ന് അവിടെ മറിഞ്ഞ് ഇപ്പോഴെന്താ ആ ജ്യോതിസ്, ഭഗവാനാൽ പരിബോധിതമായിട്ടുള്ള ആ ജ്യോതിസ് അവിടെ എങ്ങനെ അതീവ സ്വർണ പ്രകാശത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുക. ആ ജ്യോതിസിൽ നിന്ന് ചെറിയ ചെറിയ ജ്യോതിസുകൾ ഉയരട്ടെ. അവ നമ്മളെ നേരത്തെ പറഞ്ഞ മാതിരി നേത്രേന്ദ്രിയങ്ങളിൽ ഓരോന്ന്, ശ്രോത്രേന്ദ്രിയത്തിൽ ഓരോന്ന്, ഘ്രാണേന്ദ്രിയത്തിൽ ഓരോന്ന്, നമ്മളെ രസനേന്ദ്രിയത്തിൽ ഒന്ന്, അവിടെയൊക്കെ പ്രകാശിച്ചിട്ട് അതിൻ്റെതായ ദൂഷ്യങ്ങളൊക്കെ ഇല്ലാതാക്കട്ടെ. ഒരു ജ്യോതിസ് വലത്തെ കൈയിൽ ഷോൾഡറിൽ കൂടെ പ്രകാശിച്ച് ഉള്ളം കൈയിൽ, മറ്റൊന്ന് ആ ഇടത്തെ കൈയിന്റെ ഷോൾഡറിൽ കൂടെ പോയിട്ട് അവിടെയൊക്കെ പ്രകാശിച്ചിട്ട് അതിൻ്റെ ഉള്ളം കൈയിൽ, ഒരു ജ്യോതിസ് ഇങ്ങനെ ഇറങ്ങി പുക്കിളിന്റെ അടുത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ആ വലത്തെ കാലിന്റെ തുടയിൽ കൂടെ ഇറങ്ങിയിട്ട് ആ പാദത്തിൽ പോയി പ്രകാശിക്കട്ടെ. മറ്റൊരു ജ്യോതിസ് ഇതേമാതിരി ഇടത്തെ കാലിന്റെ ആ തുടയിൽ കൂടെ ഇറങ്ങിയിട്ട് ആ പാദത്തിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഞാൻ വെറും പ്രകാശം, എൻ്റെ ശരീരം മുഴുവൻ പ്രകാശം, എൻ്റെ തമസ്സൊക്കെ നീങ്ങി. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഒരു ജ്യോതിസ് ഉയർന്നു പൊങ്ങിയിട്ട് എൻ്റെ ഈ മസ്തിഷ്കത്തെ മുഴുവൻ ചുറ്റി അവിടെ മുഴുവൻ പ്രകാശമാനമാക്കി ഒരു പ്രകാശത്തിന്റെ തൊപ്പിയിട്ട പോലെയാക്കി ആ ജ്യോതിസ് വന്നിട്ട് എൻ്റെ ബ്രഹ്മരന്ധ്രത്തിൽ അവിടെ പ്രകാശിക്കട്ടെ, പ്രതിഷ്ഠിതമായി പ്രകാശിക്കട്ടെ. ഞാൻ ഇപ്പൊ വെറും പ്രകാശം മാത്രം, പ്രകാശമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഞാൻ പ്രകാശസ്വരൂപൻ. ഈ പ്രകാശം പ്രേമമാകുന്നു, ഞാൻ പ്രേമമാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു. ഈ ജ്യോതിസിൽ നിന്ന് ചെറിയ ജ്യോതിസുകള് നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികൾക്ക്, സുഹൃത്തുക്കൾക്ക്, നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മൃഗങ്ങൾക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്ന സസ്യങ്ങളിലേക്ക് ഒക്കെ നേരത്തെ പറഞ്ഞ മാതിരി വ്യാപിപ്പിക്കും. അതങ്ങനെ വ്യാപിച്ച് 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 നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് നമ്മുടെ പട്ടണത്തിലേക്കും, പട്ടണത്തിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിലേക്കും, സംസ്ഥാനങ്ങളിൽ നിന്ന് ലോകത്തിലേക്കും, ലോകത്തിൽ നിന്ന്
അണ്ടകടാഹത്തിലേക്കും മുഴുവൻ 7 ലോകം മുകളിലും 7 ലോകം താഴെയും ഉള്ള എല്ലാ സൃഷ്ടി വൈഭവങ്ങളിലേക്കും എൻ്റെ ഉള്ളിലെ മഹാപ്രകാശം അങ്ങനെ പടർന്ന് 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 ഇവിടെ മുഴുവൻ, ഈ ഭൂലോകം മുഴുവൻ, ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രേമത്തിന്റെ ദിവ്യതയുടെ ഈശ്വരീയമായ പ്രകാശം നിറഞ്ഞ് 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 അവിടെ മുഴുവൻ പ്രകാശിക്കുന്നു. പ്രകാശമല്ലാതെ മറ്റൊന്നുമില്ല. ഇവിടെ തമസില്ല, ഇവിടെ ഇരുട്ടില്ല, ഇവിടെ അവിദ്യയില്ല. ഇവിടെ ജ്ഞാനപ്രകാശം മാത്രം, പ്രേമപ്രകാശം മാത്രം. ഞാൻ ജ്ഞാനമാകുന്നു, ഞാൻ ജ്ഞാനമാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു, ഞാൻ ഈശ്വരനാകുന്നു, ഞാൻ പ്രേമമാകുന്നു, ഞാൻ ജ്ഞാനമാകുന്നു. അതിൻ്റെ നിർവൃതിയിലിരിക്കും, അതിലേക്ക് അലിഞ്ഞു ചേരും. അവിടെ നിന്ന് മാറി വരുമ്പോൾ സാവധാനത്തിൽ കൈക്കുമ്പിളില് ഗായത്രി 3 പ്രാവശ്യം ജപിച്ച് ആ കൈകളെ കൊണ്ട് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് തുടയ്ക്കും. മെല്ലെ എഴുന്നേറ്റ്, ധൃതി കൂടാതെ എഴുന്നേറ്റ് കുറച്ചു നേരം സംസാരമൊന്നും ഇല്ലാതെ അടങ്ങിയിരിക്കുക. സായിരാം. ഞാനും അത് ചെയ്തുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഒന്നും റെഫർ ചെയ്തിട്ടൊന്നുമില്ല. എൻ്റെ ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കൂടെ ഞാൻ ഇത് പറഞ്ഞു തന്നത്. എല്ലാവർക്കും അതുകൊണ്ട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഗുണകരമായിട്ടുണ്ടാവും ഇത് കേട്ടവർക്കെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതിൻ്റെ ഈ ചടങ്ങ് ഞാനിവിടെ ഭഗവാൻ പാദത്തിൽ സമർപ്പിക്കുക, വലിയൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ്. ഭഗവാനെ, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൽ പൂർണ്ണ പ്രതിപത്തി ഉണ്ടാവണം ഭഗവാനെ. അവർ ഈ ധ്യാനത്തിൽ കൂടെ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ധ്യാനത്തിൽ കൂടെ അവരെല്ലാവരും അങ്ങയിൽ വന്നു ചേരട്ടെ, അതിനിങ്ങനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി ഇതിൽ വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ എനിക്ക് അറിയുന്നതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ റെഫർ ചെയ്ത് പറയാം.